എവിടെയാ പറഞ്ഞേ? അയ്യോ കറക്റ്റ് അത് ലുക്ക് ഉണ്ട് കേട്ടോ നീ ഇതിനകത്ത് ഇരിക്കണം കാണുമ്പോ. ഞാൻ പൂക്കളിട്ട പോലെ എല്ലാ കറികളും നിരത്തിട്ടോ. താറിന്റെ മാനം കളയല്ലേ പ്രതീക്ഷേട്ടാ. അമ്മ അമ്മോ എന്തിട്ടൊക്കെയോ ഈശോ. കടയില് സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ലാണ്ടാവും. ഇതെന്തൊന്നും മിണ്ടാത്ത ആന്ന് പറയേ. ഗുഡ് മോർണിംഗ് ഗൈസ്, ബസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഗൈസ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോവാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സ്ഥിരമായിട്ട് കല്യാണം തന്നെയാണ്, എല്ലാ ദിവസവും കല്യാണമാണ്. അപ്പൊ കല്യാണത്തിന് ഇന്ന് പോകുന്നത് നമ്മൾ എവിടെയാണ് സ്ഥലം? ചേലക്കര കഴിഞ്ഞിട്ട് പിന്നെ പോകണം എളനാടാണ് കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ വെയിലാണ്, നല്ല വെയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇനി അവിടെ ചെന്നിട്ട് AC ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഇല്ലേ നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തവിട് പൊടിയാവും. എന്റെ യഥാർത്ഥ കളറപ്പം മസ്കാരയും കിസ്കാരയ്ക്ക് ഇന്ന് തട്ടിയില്ലട്ടോ കുറച്ച്. അതെ, ഞാനാണ് ഈ കുടുംബത്തിലെ മേക്കപ്പ് ഒന്നും ഇടാണ്ട് നടക്കുന്ന മുടി വരെ വെട്ടാൻ പറഞ്ഞ ഇതേ സ്റ്റൈൽ എന്ന് പറഞ്ഞോണ്ട് നടക്കുക. ഈ വേഷം കെട്ടെടുത്തിട്ട് മുടി ഇരിക്കുന്നത് ഇങ്ങനെ കാണിക്കും. ഇത് ഇന്ന് തന്നെ കൊണ്ടു ഞാൻ ശരിയാക്കാറുണ്ട്. ഇവന്റെ മുടി വെട്ടിക്കും. എന്താ അപ്പാച്ചിക്ക് അപ്പാച്ചി ഞാൻ പറഞ്ഞു തന്നെ അപ്പാച്ചി സൈഡിൽ ഉണ്ട് കളഞ്ഞിട്ട് ഫ്രണ്ട് ആവേശത്തിലെ പകുതാണ്. ഞങ്ങൾ ആവേശം കണ്ടുട്ടോ ഗൈസ്, അത് പറയാൻ മറന്നുപോയി. ഇതിന് മാത്രം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് എന്തോ ഓളമിട്ട ഫഗത് കാണിക്കുന്നത്. അഭിനയം ഫഗതിന്റെ സൂപ്പർ അഭിനയം ഉണ്ട് അല്ലേ? അവന് എന്നെ പറ്റണ പ്രത്യേക സാധനം അഭിനയം. പക്ഷെ പടം മൊത്തത്തില് ഒരു കാര്യമില്ല. പിള്ളേർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം അടി ഇടി ബഹളം അതേപോലെ ജാതി തിക്കുന്നതിരക്ക് തമാശ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ മൊത്തത്തില് അമ്മനെ ആ ഒരു സാധനം ഇറങ്ങനടാ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടത്തിന്റെ മാത്രമുള്ള ഒരു പ്രത്യേക സാധനങ്ങളുണ്ട്. പക്ഷെ മുത്ത് കണ്ടിരിക്കുമ്പോൾ പറയും ഒരു പ്രാവശ്യം കാണുന്നു അതേപോലത്തെ പടമാണ്. പക്ഷേ ഒരു പ്രാവശ്യം കാണാൻ ഈ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ അല്ല, അങ്ങനത്തെ ഒരു പ്രത്യേക സൈസ് പടം. മോനെ എന്നുള്ള വിളിയൊക്കെയില്ലേ, അതൊക്കെ ഒരു ജാതി രസമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇത് എന്ത് വള്ളിയതാ. അപ്പൊ മുത്തപ്പുറത്ത് നിന്ന് കയ്യടിക്കാ എന്ന്. അല്ലെ ഇത് ആട് 2 കണ്ടിട്ട് നമ്മൾ കൊറേ ഓർത്ത് ചിരിച്ചു. കാണുമ്പോ ഒന്നുമില്ല സിനിമയില്, പക്ഷെ നമ്മൾ ഓർത്ത് ചിരിക്കാൻ കുറെ കിട്ടില്ലേ? ആ പറഞ്ഞോളം പോലത്തെ ഒരു പടാണ്. കാരണം കാണുമ്പോ ഒന്നുമില്ല, പക്ഷെ പിന്നീട് ഇങ്ങനെ ആലോചിക്കുമ്പോ ആ ഭാഗങ്ങൾ കാണുമ്പോ ഒക്കെ ചിരി വരുന്നു. ശരിയാ കുഴപ്പമില്ല, പ്രാവശ്യം കാണാം. പിന്നെ മറ്റേ പടം ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ല. ഇതിപ്പോ നല്ലതാന്ന് പറയണമെന്ന് എനിക്ക് ധൈര്യമായിട്ട് അത് നല്ലതാന്ന് പറയാം. അല്ലേ, അത് തീർച്ചയായും നല്ലതാന്ന് പറയാം. അത് മുത്തിന് ഇഷ്ടപ്പെട്ടില്ല, അത് പറഞ്ഞിട്ട് അതിൽ പല ആൾക്കാർക്ക് പല ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് നാളെ ഞങ്ങൾ ജയ് ഗണേഷ് കാണും. അപ്പോൾ ജയ് ഗണേഷ് കണ്ടിട്ട് അതിൻ്റെ വിശേഷവും നമുക്ക് പറയാം. 3 പടല്ലേ ഇറങ്ങിയിട്ടുള്ളൂ അത് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണത്തിന് പോട്ടെ. കല്യാണത്തിന് പോയിട്ട് ഫുഡേ നേരത്തെ ചെന്നില്ലെങ്കിൽ ഫുഡൊക്കെ തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെല്ലട്ടെ. ഇന്ന് എത്ര മണിയായി? 12 മണിയൊക്കെ ആയില്ലേ? 11:30. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് അവിടെ വരെ എത്തണ്ടേ. അത് തന്നെയല്ല, പിന്നെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാറില്ല. ഒറ്റയ്ക്ക് ഒരു ഊണ്. അതൊക്കെ കൂടിയിട്ട് എങ്ങനെ കഴിക്കാൻ പറ്റുക? ഗൈസ് എൻ്റെ കൈ കഴിച്ചു. കാരണം ഫോൺ ഇങ്ങനെ പിടിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ വണ്ടി കയറിയിട്ട് പറയാട്ടോ. ഫോൺ പിടിച്ചിട്ടാ ശരിയാണ്. ഈ ഫോണെ കുറേ നേരം ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ കൈവേദന വരും. അതാണ് ശരിയാ, തുടുത്തു അവൻ്റെ കൗള് ഒന്ന് പാടേ. അപ്പൊ എല്ലാവരും കുറെ നാളായിട്ട് പറയുന്നുണ്ട്, കുറേ കമൻറ്റിൽ കാണുന്നു നമ്മളുടെ സീറ്റിൻ്റെ പ്ലാസ്റ്റിക് അഴിച്ചു കളയുക, അത് വിഷവായു പുറപ്പെടുവിക്കും, അത് കാരണം നമുക്ക് എന്താ പറയുക ശ്വാസം മുട്ടൊക്കെ വരുമെന്ന്. പക്ഷേ നമ്മളത് അഴിച്ചു കളയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ സെറ്റിൻ്റെ ഉള്ളിലത്തെ വർക്കുകളുണ്ട്. അതായത് എന്താ പറയുക, നമ്മുടെ സ്റ്റീരിയോ സിസ്റ്റം അഴിച്ചെടുക്കൽ, അതുപോലെ തന്നെ അതിൻ്റെ വയറിങ് കാര്യങ്ങൾ സംഭവങ്ങൾ, ക്യാമറ കൊടുക്കൽ, സ്പീക്കറിൻ്റെ വർക്കുള്ളിൽ അത് മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സംഭവം ശരിയാക്കൽ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റുമ്പോൾ അഴുക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇതിന് മുന്നേ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഉള്ളിലുള്ള ഇൻറ്റീരിയറിൻ്റെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലാതെ ചിലർ കുറച്ച് വർക്കുകളുണ്ട്. ആ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദൂരി കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റുമ്പോൾ ബാക്കിയുള്ളത് പൊടി മാത്രമേ പിടിക്കുള്ളൂ, ചെളി പിടിക്കില്ല. ചെളി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്തെടുക്കണം. പക്ഷേ പൊടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാക്വം ക്ലീനറിൽ വലിച്ചെടുക്കാൻ പറ്റും, വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട്. മറ്റേ നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യിക്കണം.
അപ്പോൾ അത് കാരണമാണ് കേട്ടോ നമ്മൾ സീറ്റിൻ്റെ കവറും കാര്യങ്ങളും എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മണം പറയുന്നുണ്ട് എല്ലാവരും, പക്ഷെ അത് ഈ പുതിയ വണ്ടിക്ക് പ്ലാസ്റ്റിക് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ആ മണം ഭയങ്കര പുതിയ വണ്ടിയുടെ മണം എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഉൾക്കൊണ്ട് വെച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഫീലുണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ പുതിയ വണ്ടിയാന്ന്. പക്ഷേ ഈ സീറ്റിൻ്റെ കവർ കൂടി അയച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഴയ വണ്ടി പോലത്തെ ഒരു ഫീലായി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അയച്ചു കളയാത്തത്. അപ്പോൾ കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് ഈ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അയച്ചു കളയാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇത് തുടങ്ങിയില്ല വഴിയോര കച്ചവടം, അത് കുറച്ച് നാളായിട്ട് അടച്ചിട്ടേക്കായിരുന്നു. ഇത് നമ്മൾ നേരെ ഇവിടേക്ക് പോകണം, ഏളനാട്ടിലേക്ക് പോകണം. 2 വഴിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് വടക്കഞ്ചേരി വഴി, വടക്കഞ്ചേരി എത്തണ്ട, ഏളനാട് വഴി അത് നമുക്ക് ഇതിലെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ടോൾ എത്രേക്കാളും മുന്നേ വാണിയമ്പാറ ചെന്നിട്ട് തിരിഞ്ഞു പോകാനായിട്ട് പറ്റും. പട്ടിക്കാട് കൂടി മണ്ണുത്തി കൂടി അങ്ങനെ പോവാം. പക്ഷെ ഞങ്ങൾ വിയൂരായതുകൊണ്ട് അങ്ങനെ വളയനേക്കാളും നല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്താണി, മുളകുത്താവ്, വടക്കഞ്ചേരി വഴിയല്ല, വടക്കാഞ്ചേരി വഴിക്ക് നേരെ ചേലക്കര വഴിക്ക് അങ്ങനെ പോയി നമുക്ക് ഏളനാട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ അതായിരിക്കും ഞങ്ങൾക്ക് എളുപ്പം എന്നാണ് വിചാരിക്കുന്നത്. കൂടി വന്ന് വലിയ കിലോമീറ്റർ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ ഈ വഴിക്കൊക്കെ വന്നിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരിച്ചു ചേലക്കര വഴിക്കൊക്കെ ഒന്ന് പോവാം. ഈ സംസാരത്തിനിടയ്ക്ക് ഈ സാധനങ്ങൾ നിർത്ത്, അതൊരു സുഖമില്ല, കംഫോർട്ടല്ല. എന്താ അങ്ങനെ വരണേ ഗൈസ്? എന്താ ചെയ്യാൻ, ഇതിപ്പോൾ ഒരു ഓർഡറുകൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡാനിക്ക് സംസാരിക്കാനൊരു കുറച്ച് ഇടം തരാമോ? ഞാൻ കുറച്ചേരം മിണ്ടാണ്ടിരിക്കും, എന്താ അലമ്പുണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അതല്ല ഞാൻ കൊറേ നാളായിട്ട് പറയുന്നത് വെച്ചതാ. ഞാൻ ഇത് വർത്താനം കഴിഞ്ഞു, അതിനുശേഷം ഞാൻ സംസാരിച്ച പറഞ്ഞ എന്തായാലും ആൾക്കാർക്ക് ഇല്ല. ഇവിടെ കട്ട് ചെയ്യുന്ന മെഷീൻ നമ്മുടെ കയ്യിൽ ഇല്ല. പറഞ്ഞോ ഡാനി, പറയൂ ഡാനി. അങ്ങനെ വരണത് പരമാവധി ഒഴിവാക്കണതല്ലേ? അതായത് ഞാൻ എക്കിൾ എടുക്കണതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംസാരം വരുമ്പോഴേ ആൾക്കാർക്ക് അരോചകമായിട്ട് തോന്നരുതെന്നല്ലേ? ശരിയാണ്. അപ്പം ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക, ഇനി ഏമ്പക്കം വന്നാലോ അല്ലെങ്കിൽ ഇങ്ങനെ എക്കിൾ വന്നാലോ അപ്പം അതിനെ കട്ട് ചെയ്തിട്ട് വീണ്ടും തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ആ മാറ്ററിന്ന് ഡിസ്കസ് ചെയ്ത മാറ്ററിന്ന് നീ അങ്ങോട്ട് കളഞ്ഞു തന്നെ. ഞങ്ങൾ മെല്ലെ ആടിപ്പാടിയെ പോകണം. കാരണം ഇത് നമ്മൾ സ്വിഫ്റ്റ് ഒക്കെ അങ്ങനെ പെടച്ച് പോകണ പോലെ പെടച്ച് പോകാനുള്ള ഒരു മൂഡുള്ള സാധനമല്ല. ഇതിൻ്റെ പെടാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡിലാണ് ഇതിൻ്റെ പെട മൂഡ്. ഓഫ് റോഡിൽ ഇങ്ങനെ മലക്കട്ടെ കുന്നിൻ്റെ ഒക്കെ മുകളിൽ കയറുക എന്നുള്ളതാണ്. അല്ലാണ്ട് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇതിന്റെ പെടമൂട് വരണമെങ്കിൽ BMW പോലത്തെ അങ്ങനെയുള്ള വണ്ടികൾ വേണം. BMW ആണ് പെടമൂടിനുള്ള വണ്ടി. പക്ഷെ അല്ലാത്തപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഇങ്ങനെയുള്ളതൊക്കെ ഇതിങ്ങനെ മെല്ലെ നമ്മളൊരു 40 മൈൽ സ്പീഡിൽ പോവുകയാണ് കേട്ടോ. 40-45 മൈൽ സ്പീഡിൽ ഒരു 4ാമത്തെ ഗിയറിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 12.7 ഇതിനകത്ത് കാണിക്കണം. അപ്പോൾ ഒരു 11 കിട്ടണ്ടാവും എന്ന് ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡീസൽ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു 12 കിട്ടി. അതിന് മുന്നേ ഡീസൽ അടിച്ചപ്പോൾ ഒരു 10 കിട്ടി. പിന്നെ ഡീസൽ അടിച്ചപ്പോൾ ഒരു 10 കിട്ടി. അങ്ങനെയൊക്കെയാണ് കേട്ടോ മൈലേജ് കിട്ടിയിട്ടില്ല. ഇല്ല 2 പ്രാവശ്യമല്ലേ ഡീസൽ അടിച്ചിട്ടുള്ളൂ? 3 പ്രാവശ്യം 3 പ്രാവശ്യം 1000 വെച്ചിട്ട് അടിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൈലേജ് ഒന്നും ഇങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ലോങ് പോകാത്തതുകൊണ്ടേ നമുക്കൊരു 1000 കിലോമീറ്റർ അടിക്കുമ്പോൾ വീണ്ടും ഉള്ളിലത്തെ ഡീസലിന്റെ എംബ്ലം കത്തുന്നത് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പറയണത്. ഒരു എംബ്ലം കത്തി കഴിഞ്ഞാൽ ഒരു 1000 രൂപയ്ക്ക് അടിച്ച് പിന്നെ അടുത്ത പ്രാവശ്യം എംബ്ലം കത്തുമ്പോൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് നോക്കിയിട്ടാണ് നമ്മൾ മൈലേജ് ഇപ്പൊ പറയണത്. ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് അല്ല. ഫുൾ ടാങ്ക് നോക്കണം എന്ന് വെച്ചാൽ നമ്മൾ ലോങ് പോകണ സമയത്ത് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഫുൾ ടാങ്ക് അടിച്ച് തീരണമെങ്കിൽ ഒരു മാസമെങ്കിൽ മൈലേജ് നമുക്ക് അറിയാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒന്ന് 1000 ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് മനസ്സിലായി. പിന്നെ ദേ ടാറ്റയുടെ മറ്റേ വണ്ടി ഈ ശരിക്കും 12 വീൽ മേടിച്ചപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. 6 വീലിനാണോ കൂടുതൽ ഓട്ടം എന്നാണ് കേട്ടോ എൻ്റെ ഒരു 90% കണക്കൂട്ടൽ. കാരണം 6 വീല് വണ്ടിക്ക് ഓട്ടം എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പുകളിൽ മൊത്തം വരുന്നുണ്ട്. 12 വീല് ഓട്ടം എന്ന് പറയുന്നത് ഒരെണ്ണം വരുമ്പോൾ മറ്റേത് 100 എണ്ണം വരുന്നത്. അത്രയധികം ഓട്ടം കൂടുതൽ നമുക്ക് 12 വീലിനാണ്. അല്ല ഓട്ടം കുറവ് 12 വീലിനാണ്. 6 വീലിന് അത്ര ഓട്ടം കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വഴിയിൽ കാണുമ്പോൾ 6 വീല് വണ്ടികളുടെ കളിയാന്ന് പറയില്ല. അത്രയധികം വണ്ടികളുണ്ട് 6 വീല് വണ്ടി. അത്രയധികം ഓട്ടം ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ഒക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. 6 വീലിനാണോ 12 വീലിനാണോ ഓട്ടം കൂടുതലെന്നൊക്കെ കേട്ടോ. അതൊരു ചെറുതായിട്ടൊരു വിഡ്ഢിത്തരമാണോ പറ്റിയത് എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ എന്തായാലും കുറച്ച് നാൾ കൊണ്ട് നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ. കൊണ്ട് നടന്നാലാണ് നമുക്ക് ഇതിൻ്റെ ലാഭനഷ്ടങ്ങൾ അറിയുള്ളൂ. ഇപ്പം എന്തായാലും ഒരു മാസത്തോട് അടുത്തായിട്ട് നമുക്ക് യാതൊരു ലാഭമില്ലാത്തൊരു ഫീൽഡാണ് മറ്റേ ലോറി പരിപാടി എന്നുള്ളത് 100% വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കുറച്ച് നാൾ കൂടി നോക്കി നോക്കാം. പിന്നെ നമ്മുടെ ആഗ്രഹമാണല്ലോ കുറച്ച് നാള് വണ്ടി നാഷണൽ പെർമിറ്റ് കൊണ്ടുനടക്കണം, മേടിക്കണം. കുറച്ച് പേര് കമന്റ് ചെയ്തായിരുന്നു കേട്ടാ, നിങ്ങൾ തമിഴ്നാട് വിട്ടിട്ട് നോർത്തിലേക്കൊക്കെ പോകാൻ പറഞ്ഞിട്ട്. അങ്ങനെ പോയാൽ
അറിയാവുന്ന ഒരുപാട് ആൾക്കാരോട് വണ്ടി ഫീൽഡിലുള്ള ഒരാളും അങ്ങനത്തെ കമന്റ് അയക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഡ്രൈവർമാരോടോ ഏത് മുതലാളിയോടോ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഏറ്റവും അധികം പറയുന്ന ഒരു കാര്യമാണ്, ലോങ് പോവുകയാണെങ്കിൽ ആകെ ഗുണമുള്ളത് ഡ്രൈവർക്ക് മാത്രം. ബെത്ത ഉണ്ടാവും, ഡ്രൈവർക്ക് ബെത്ത ഭയങ്കര കൂടുതലുണ്ടാവും. അതിപ്പോൾ ഡബിൾ ഡ്രൈവർ ആകുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ അല്ലാത്ത കണ്ടീഷനിൽ വണ്ടിയുടെ ഓടിയിട്ടുള്ള ബാലൻസ് ലോങ് പോണേക്കാട്ടും നല്ലത് ലോക്കൽ ഓടുകയാണ്, പൈസ കൂടുതലെന്നാണ് പറയുന്നത്. പക്ഷെ ലോക്കലൊന്നും ഓട്ടം കിട്ടാൻ പോലും ഇല്ല അതിന്. ഇപ്പോൾ നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസം, വിഷുവിന്റെ അന്നല്ലേ ലോഡ് ഇറക്കി, അല്ല തലേ ദിവസം, വിഷുവിന്റെ തലേ ദിവസം ലോഡ് ഇറക്കിയതാണ്. ഇന്നിപ്പോ അന്ന് ലോഡ് ഇറക്കിയോ, അന്നത്തെ ദിവസം പോയി, അന്ന് രാവിലെ ലോഡ് ഇറക്കി തീർന്നു. അപ്പൊ അന്നത്തെ, അതായത് ശനി പോയി, ഞായർ പോയി, ഇന്ന് തിങ്കൾ പോയി. ഇന്നും ഓട്ടമില്ല, ഓട്ടം ആയിട്ടില്ല. ഓട്ടം വന്നതായിരുന്നു വിറകിന്റെ വരണം. അപ്പോൾ അജീഷ് ആണെങ്കിൽ രാവിലെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. ആള് ഇന്നലത്തെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അജീഷ് ഓൾറെഡി എഴുന്നേറ്റ് പിക്കപ്പായി വരാത്തത് കൊണ്ട് ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞ് വല്ലതും വരികയാണെങ്കിൽ പോവാമെന്നുള്ള ഇതിൽ നിൽക്കായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് പെർമിറ്റ് ഇല്ല. തമിഴ്നാട് പെർമിറ്റേ ഉള്ളൂ ഇപ്പൊ നിലവില്. അപ്പൊ നമുക്ക് മറ്റേ പെർമിറ്റ് കിട്ടണമെങ്കിൽ വണ്ടി നമ്മളുടെ പേരിലേക്ക് മാറ്റി വന്നതിന് ശേഷം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈദരാബാദ്, കർണാടക, അതുപോലെ തന്നെ ഈ ഇപ്പൊ ഗോവയിലേക്കൊക്കെ ഒരു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഒരു ഓട്ടം വന്നിരുന്നു. അപ്പൊ നമുക്ക് പറ്റിയില്ല പോകാൻ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഗോവയ്ക്കൊക്കെ പോവായിരുന്നു. അങ്ങനെ ഗോവയ്ക്കൊക്കെ പോവാണെങ്കിൽ ഞാനും ഗോവയൊക്കെ കണ്ടുമടുത്തതല്ലേ, രസത്തില് വെറുതെ വണ്ടിയിൽ കയറി പോരാ. നിങ്ങളും കൂടി പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് സീറ്റ് മാറ്റണം. ഇതേ ആ സീറ്റ് എടുത്ത് കളഞ്ഞിട്ട് അത് ചെയ്താലേ പോരാൻ പറ്റും, അല്ലാണ്ട് കിടക്കാൻ പറ്റില്ല. അപ്പൊ ആ സീറ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ അതിന്റെ ഉള്ളില്, ഒരു പ്രശ്നമില്ല. അത് ശരിയാ. അല്ലെങ്കിൽ മുത്തിനെ മുകളിൽ കയറ്റി കിടത്തിയാലും മതി, പ്രശ്നമില്ല. ടെന്റ് നിനക്ക് അടിച്ചു തരാം, അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ അതുപോലെ എന്താ വെച്ചാൽ ഇപ്പൊ നിലവിലില്ലേ നമ്മുടെ വണ്ടിയുടെ ബുക്ക് ഓൾറെഡി പഴയ ഓണറുടെ പേരിലേക്ക് കിട്ടിയിട്ടില്ല. ആ ബുക്ക് അയച്ച് അവിടുന്ന് കൊടുത്താലല്ലേ അയാളുടെ പേരിലേക്ക്, ടെസ്റ്റ് കഴിഞ്ഞിട്ട് അയാളുടെ പേരിലേക്ക് ഈ സംഭവം കിട്ടിയിട്ട് പോലുമില്ല. അയാളുടെ പേരിലേക്ക് കിട്ടിയതിന് ശേഷം വേണം നമുക്കത് തന്നിട്ട് നമുക്ക് പേര് മാറ്റാനായിട്ട്. അപ്പൊ ആളുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ടുള്ളതിന്റെ പേപ്പർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബുക്കായിട്ട് അത് ഇനി വീട്ടിലേക്ക് വരികയാണ് ചെയ്യുക. അതിലാണ് നമ്മളുടെ കളർ ചേഞ്ച് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് അത് മാറ്റാനായിട്ടും വണ്ടി കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്ക് വരുന്ന സമയത്ത് അതിന്റെ ഓർഡറിൽ കളർ ചേഞ്ച് ഇന്ന കളർ എന്നും കൂടിയിട്ട് വന്നതിന് ശേഷം വേണം നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് ബുക്ക് മേടിച്ച് പേര് മാറ്റി പെർമിറ്റ് മാറ്റി ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കാം. അപ്പോൾ അതിനൊക്കെ കാലതാമസം എടുക്കും. അത് കാലതാമസം എടുക്കുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അന്നേക്ക് അന്നാണ് പേര് മാറ്റുക. ചേട്ടനൊക്കെ പറയണ കേട്ടുണ്ട്, ഗൾഫിലൊക്കെ ചെന്ന മേടിച്ച ആളും വിറ്റ ആളും കൂടി ചെല്ലണോ അപ്പയ്ക്കപ്പ 5 മിനിറ്റത്തെ കേസും കൊണ്ട് അവർ പേര് മാറ്റി പോരുന്നു. ഇതാണ് ഉള്ളൂ സാധാരണ ഗതിക്ക്. ഫൈൻ വല്ലതുണ്ടെങ്കിൽ അപ്പന്നെ അടച്ച് കൈയോടെ തന്നെ വണ്ടി പേരിലേക്ക് മാറ്റി പോവുക. ഇവിടെ മാത്രം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലങ്ങളും വർഷങ്ങളും ആവുകയാണ്. കൊല്ലങ്ങളും വർഷങ്ങളും ഒന്നും തന്നെയാണല്ലോ, അത്ര ആവുകയാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഈ പ്രശ്നം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അടുത്ത ദിവസം എവിടേക്കാണ് ഓട്ടം കിട്ടണമെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടിയിൽ പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് 2 കല്യാണം കൂടിയുണ്ട് അല്ലേ അനിതേ? 2 കല്യാണം അല്ലേ ഉള്ളു ഇനി? ഇനി 2 കല്യാണം കൂടിയുണ്ട്. ഓ വേഗം പോ, വിശക്കാൻ. ആകെ 12 മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താ വിശക്കണേ? 1.5 ബ്രെഡ് അവൻ കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ വടക്കാഞ്ചേരി എത്താറായിട്ടോ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ അവിടെ എത്താറായി. ഏത്? അത് വർക്ക്ഷോപ്പാടാ, വർക്ക്ഷോപ്പിൽ ഇട്ടിട്ടുള്ളതാ. നമ്മളങ്ങനെ വടക്കാഞ്ചേരി എത്തിയിട്ടോ. വടക്കാഞ്ചേരി സെന്റർ എത്തി ഗൈസ്. ഇതാണ് വടക്കാഞ്ചേരി സെന്റർ. നോക്കി കണ്ടോ, നമ്മുടെ ഗോപ്രോയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ ഇനി ഇതൊക്കെ ആയാലും ക്യാമറ ഇങ്ങനെ പിടിച്ച് കൈവേദന എടുക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവേദനയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണം. ഇത് ഇൻഷുറൻസ് ഉള്ളതല്ലേ? ഇൻഷുറൻസിന്റെ കഥ പറയണ്ട. ഇൻഷുറൻസ് മമ്മിയുടെ ഡാഡിയുടെയും ഈ മാസം അടയ്ക്കണവർക്ക് മെഡിക്ലെയിം. അപ്പൊ മെഡിക്ലെയിം കഴിഞ്ഞ പ്രാവശ്യത്തിന് വിട്ടിട്ട് എത്രയാ 3000 4000 രൂപ കൂടുതൽ ഈ പ്രാവശ്യം. അപ്പൊ ഡാഡി പറഞ്ഞത് എന്തിനാ ഇപ്പൊ ഇത്രയും നാളെ അടച്ച പൈസ ബാങ്കിലിട്ടെങ്കിൽ ആ പൈസ മതി ആശുപത്രി പോയി കാണിക്കാൻ. അതാണെങ്കിൽ ഇവര് ഇൻഷുറൻസ് ചേർന്ന പിന്നെ ഇതുവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട്. അപ്പൊ നീ എന്റെ കാര്യം 2004 മെഡിക്ലെയിം ചേർന്ന അന്ന് മുതല് അടയ്ക്കണതാ. നീ കല്യാണം കഴിഞ്ഞു വന്നപ്പോ നിന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പൊ നിന്റെ അന്ന് മുതൽ 2007 മുതൽ നിന്റെ അടയ്ക്കണതാ അല്ലെ? മുത്തിന്റെ അന്ന് മുതൽ, മുത്തുണ്ടായപ്പോ മുതൽ 2011 മുതൽ മുത്തിന്റെ ആഡ് ചെയ്തിട്ടില്ല. ഇന്നേ വരെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് 1 രൂപ മേടിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ കിടക്കുക അല്ലെങ്കിൽ 1 രൂപ മേടിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ നിനക്ക്?
കാരണല്ല. എന്നിട്ട് ഡാഡി നിതിനെ അടുത്ത് വിളിച്ചു വെച്ചേ, ഡാഡി ഇതിനെ ഇത് അടയ്ക്കണ, ഇപ്പൊ ഇത്രയും നാൾ അടച്ച പൈസ ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നാള് ഇനിയുള്ള കാലം ഏതൊക്കെ രോഗങ്ങൾ വരാം അതിനൊക്കെ ഉള്ള പൈസ ബാങ്കിൽ തന്നെ നമുക്ക് കിട്ടിയനെ, വെറുതെ ഇവർക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നിധി പറഞ്ഞേ അതൊക്കെ അടച്ചോ, എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് എന്തെങ്കിലും വന്നാലോ ബുദ്ധിമുട്ട് വരാ എന്ന് പറഞ്ഞു. ഇതിന്റെ കാര്യം എന്താണെന്ന് അറിയോ നിനക്ക്? ഞാൻ പറയട്ടെ. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വന്നില്ലല്ലോ, വരാത്തോണ്ട് ഈ പൈസ നമുക്ക് കിട്ടിയില്ല. ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി ധൈര്യമായിട്ടിരിക്കും മമ്മിയെ, ഇക്കൊല്ലം മമ്മിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അതുകൊണ്ടുണ്ടാവും. അത് തന്നെയല്ലടി ഇതിന്റെ ഇക്കൊല്ലം നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കേ. ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? ഇത് നമ്മൾ ദൈവത്തോട് അസുഖമൊന്നും വരില്ലേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കൂലോ. ഇത് ശരിക്കും പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിക്കാരുണ്ടല്ലോ, ഇവര് ഓരോ കൊല്ലവും ശരിക്കും പറഞ്ഞ വലിയ എമൗണ്ടിന് പൂജ അതുപോലെ വഴിപാട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമുക്കൊക്കെ വേണ്ടിയിട്ട്, കാരണം നമുക്ക് അസുഖം വന്നാൽ അവരുടെ ഇൻഷുറൻസുകാരല്ലേ പൈസ പോവാ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അത്രയധികം പൂജ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അസുഖം. അതേപോലെ ഇപ്പൊ അവര് നോക്കും ഇതിനകത്ത് റിലീജിയൻ ഏതാ നോക്കും. ഹിന്ദുക്കളുടെ ആണെങ്കിൽ അങ്ങനെ തന്നെ അവർ പോയിട്ട് പൂജയും കാര്യങ്ങളും നടത്തും. ക്രിസ്ത്യൻസിന്റെ ആണെങ്കിൽ പള്ളിയിൽ നേർച്ചയും കാര്യങ്ങളും ചെയ്യും. മുസ്ലിംസിന്റെ ആണെങ്കിൽ അതുപോലെ അങ്ങനെ എല്ലാം ചെയ്ത് ഇവർക്ക് അസുഖം വരരുതേ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പേര് കൊടുക്കും ലിസ്റ്റ്. എന്നിട്ട് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച അതുകൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നത്. നമ്മൾ ശരിക്കും ഇൻഷുറൻസ് ചേർന്നതിന് ശേഷം അസുഖം വന്നില്ലല്ലോ. ഈ ഇൻഷുറൻസ് ചേർന്നേക്കണം മുന്നേ ഡോഡി അഡ്മിറ്റ് ചെയ്തതാ, തലയില് ബ്ലഡ് കട്ടായിട്ട്. അപ്പോഴാണ് ഇത് എടുത്തത്. കാരണം നിതിൻ പറഞ്ഞേ ഇനി ഡാഡി ഇത് ശരിയാവില്ല, നമുക്ക് ഇൻഷുറൻസ് എന്തായാലും എടുക്കണം, മെഡിക്ലെയിം എടുക്കണം കേട്ടാ എന്ന് പറഞ്ഞിട്ട് ചേർന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആരെങ്കിലും ശരിക്കും പറഞ്ഞ മെഡിക്ലെയിം എടുക്കാത്തവരുണ്ടെങ്കിൽ ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ മെഡിക്ലെയിം മസ്റ്റ് ആയിട്ട് എടുത്തോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ആ കമ്പനി പ്രാർത്ഥിച്ച്, നമുക്കോ സമയമില്ല പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ സമയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അവര് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടത്തിക്കോളും. വേണമെങ്കിൽ അവർക്ക് ഒരു 10-50 രൂപ ടിപ്പായിട്ട് കൊടുക്കുക, ഒരു എക്സ്ട്രാ പൂജക്കെട്ടി നടത്തിക്കോളാൻ പറയാം, നമ്മുടെ പേരിൽ അസുഖം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെന്തായാലും ചേർന്നോളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇതിനെ കുറിച്ച് ഇങ്ങനെ കൈവേദനയുടെ കാര്യം പറഞ്ഞപ്പോ, നീതയ്ക്കാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാനൊരു പ്രാവശ്യം അഡ്മിറ്റ് ആയി പോയിട്ട് അത് മുതലാക്കാൻ വേണ്ടിട്ട് അഡ്മിറ്റ് ചെയ്തതാ. അങ്ങനെ അവര് പിടിച്ചു, അവര് ഇൻഷുറൻസ് അല്ല അങ്ങനെയല്ല, നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല കിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം സ്കാൻ ചെയ്തപ്പോ അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ചെയ്തില്ലേ നമ്മള്. പ്രതീക്ഷയാണ് കാല് പറ്റിക്കാൻ വേണ്ടിട്ടല്ല കേട്ടാ, കാലുവേദന ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു MRI എടുക്കണം എന്ന് പറഞ്ഞു. പ്രതീക്ഷ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, അപ്പൊ അന്ന് അഡ്മിറ്റ് ആവാ, നമുക്ക് അഡ്മിറ്റ് ചെയ്തു. MRI എടുക്കണേന്റെ തലേ ദിവസം ഇൻഷുറൻസിന്റെ അവരുടെ ഡെസ്ക് ഉണ്ടല്ലോ, അവിടെ ഞങ്ങളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ രോഗം ഇൻഷുറൻസ് ചേരുന്നേക്കാളും മുന്നേ ഉള്ളതാണ്, അതായത് പണ്ടേ ഉള്ള അസുഖമായിട്ടാണ് ഡോക്ടർ എഴുതിയിരിക്കണേ. അപ്പൊ ഇൻഷുറൻസ് ചേർന്നതിന് ശേഷം ഉണ്ടാവുന്ന അസുഖങ്ങൾക്ക് അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അല്ല അതിന്റെ കാരണം എന്താ ഉണ്ടായെന്നറിയോ? ഈ ഡോക്ടർ എന്നോട് ചോദിച്ചു കൊറേ നാളായിരുന്നു, കൊറേ നാളെന്ന് എഴുതി വെച്ചു. കൊറേ നാളെന്ന് ഉദ്ദേശിച്ചത് ഞാൻ കുറച്ച് നാളുകളായിട്ടുള്ളൂ. പക്ഷെ ഇൻഷുറൻസ് ചേർന്നിട്ട് എന്താ പറയാ കൊല്ലങ്ങളായിട്ടുണ്ടായിരുന്നു. 10 കൊല്ലോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇൻഷുറൻസ്. അപ്പൊ ആള് ഇങ്ങനെ എഴുതി വെച്ച കാരണം കിട്ടാണ്ടായി പോയി. അപ്പൊ ഇനിയിപ്പോ എവിടെങ്കിലും അസുഖത്തിന് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, എന്നാ അസുഖം തുടങ്ങി ഇന്ന് രാവിലെ ദിപ്പ തുടങ്ങിയുള്ളൂ അങ്ങനെ പറഞ്ഞാൽ മതിക്കോ, അങ്ങനെ പറയാൻ പാടുള്ളൂ. കേട്ടില്ലേ മൊത്തേ? ഇതൊക്കെ പാടാണ് കേട്ടാ. അത് നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഡോക്ടർക്ക് അത് മനസ്സിലായിട്ട്. ഈ ഡോക്ടർക്ക് മനസ്സിലാക്കാനേക്കാളും ബുദ്ധിമുട്ട് ഈ ഇൻഷുറൻസിന്റെ ആൾക്കാരുണ്ട്, അവർക്ക് മനസ്സിലാവണം. കാരണം മമ്മിക്ക് ആൾക്കാരില്ലേ ഒക്കെ ഡോക്ടേഴ്സാണ്, റിട്ടയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അവരൊന്നും പറ്റിക്കാൻ. അതെന്ന് വെച്ചാൽ മമ്മിക്ക് അസുഖമായിട്ട് ഫസ്റ്റ് അഡ്മിറ്റ് ആയപ്പോ, എറണാകുളത്ത് അഡ്മിറ്റ് ആയപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ ഇവര് അവിടെ നിന്ന് അന്വേഷിക്കാൻ ആൾക്കാർ വന്നിട്ട് അവര് നമ്മളോട് ചോദിച്ചത്, സ്ത്രീകൾക്ക് ലിവർ സിറോസിസ് അതെങ്ങനെയാ വരണേ, മദ്യപിക്കായിരുന്നോ, അങ്ങനെ ചോദിച്ചായിരുന്നേ. അപ്പൊ അങ്ങനെയല്ല, ഇത് സ്ത്രീകൾക്ക് വരും ഫാറ്റി ലിവർ ആയിട്ട് അങ്ങനെ കയറി വന്നതാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു.
അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ അന്വേഷിച്ചിട്ടാണ് പിന്നെ മമ്മിക്ക് അത് കിട്ടിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്ക് മെഡിക്ലെയിം ഉള്ളതുകൊണ്ട് ഒരുപാട് പൈസ നമുക്ക് കിട്ടി. കാരണം അസുഖമുള്ള ആൾക്കാർക്ക് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. മമ്മി ഓരോ പ്രാവശ്യം അഡ്മിറ്റ് ആവുമ്പോ 1 ലക്ഷത്തിന്റെ അടുത്തൊക്കെ ബില്ല് വരുന്നത് അതൊക്കെ മെഡിക്ലെയിമിൽ പൈസ. അതായത് ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, സിറിഞ്ച്, ഗ്ലൗസ്, അതിനൊന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ അതിന് കാഷ്വാലിറ്റിയിൽ കിടക്കണേന്റെയും കിട്ടില്ല. ബാക്കി എല്ലാ പൈസ നമുക്ക് കാഷ്വാലിറ്റിയിൽ കിടക്കണേന്റെ കിട്ടില്ല. അത് കിട്ടില്ല. അതിപ്പോ അഡ്മിറ്റ് ആയാലാണല്ലോ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് കാഷ്വാലിറ്റിയിലേക്കല്ലേ പോവാ. അതെ അതെ. അല്ല ശരിക്കും പറഞ്ഞാൽ അത് ഉള്ളത് ഭയങ്കര ഉപകാരം. വയസ്സായി വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്ര കാലം അടച്ചിട്ട് ഉപകാരം ഉണ്ടായില്ലല്ലോ എന്ന് വെച്ചാൽ അടയ്ക്കാണ്ടിരിക്കുമ്പോഴാവും ചിലപ്പോ അത്. അപ്പൊ അതുകൊണ്ട് അത് ഉള്ളത് നല്ലത് തന്നെയാണ് കേട്ടോ. മമ്മിയും പറയായിരുന്നു കണ്ടോ അതേ നമ്മുടെ മറ്റേ അമ്പലം വെടിക്കെട്ട് നടന്നില്ല. ഉത്രാളിക്കാവ് വെടിക്കെട്ട് ഉണ്ടായിരുന്നോ? ശരി ശരി ഉണ്ടായിരുന്നു. അവിടെ ഇടയ്ക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. നമ്മുടെ മുഖത്തേക്ക് ക്യാമറ തിരിച്ചു വെച്ചേക്കണേ. ആൾക്കാർ എപ്പോഴും പറയാം നിങ്ങളുടെ മുഖം കാണാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. സോറി ഗൈസ്, ഞാൻ നിങ്ങൾ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. അത് തന്നെ. അപ്പൊ നമുക്കൊരു കാര്യം ഇങ്ങനെ വർത്താനം പറഞ്ഞ എല്ലാം ആടിപ്പാടി പോയി കഴിഞ്ഞാൽ കല്യാണത്തിന്റെ അവിടെ സമയം കഴിഞ്ഞു പോകും. അപ്പൊ സ്പീഡില് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. സ്പീഡില് കല്യാണത്തിന് പോയിട്ട് ഞങ്ങള് 2 മണിയായപ്പോ കല്യാണ വീട്ടിലെത്തിയ. അതെ, പക്ഷെ അങ്ങനെ കഴിക്കായിരുന്നു നല്ലത്. സ്വസ്ഥവും സമാധാനമായിട്ട് തിരക്കില്ലാതെ കഴിക്കായിരുന്നു. അതിന് പിന്നെ ഒരു കല്യാണത്തിന് പോയപ്പോ എന്താ ഉണ്ടായേ? അതെ, നമ്മൾ കല്യാണത്തിന് പോണത് കുറച്ച് അകന്ന ബന്ധത്തിലുള്ള കല്യാണമാണ്. അപ്പൊ ഇതിന് പോകുമ്പോ ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ കൊറേ ബന്ധുക്കളെ കാണാൻ പറ്റും അല്ലേ? അത് രസാ. അകന്ന ബന്ധം പറയാൻ പറ്റില്ല. മമ്മിയുടെ കസിന്റെ മോന്റെ അല്ലേ? അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളേ ഒരു തലമുറ കഴിഞ്ഞല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിയാണ്, പക്ഷെ അതൊന്നും അത്ര വലിയ അകലല്ലോ. ഇത് പ്രതിഷേധൻ ഈ കല്യാണം കഴിക്കാൻ പോണ ചെക്കനെ അറിയോ? കണ്ടിട്ടില്ല. ഞാൻ ചെറുപ്പത്തിലെ മുത്തിന്റെ പ്രായത്തിൽ കണ്ടിട്ടുള്ളതാ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അത് വിചാരിച്ചിട്ട് പക്ഷെ എന്താ പറയാ, ആന്റിയുടെ മോൻ അല്ലാണ്ടിരിക്കില്ലല്ലോ. കണ്ടിട്ടില്ല. ആന്റീനെ അറിയും, ആന്റിയുടെ മക്കളെ ഒന്നും നമ്മൾ അറിയില്ല. ചെറുപ്പത്തിൽ അറിയും. മുത്ത് എന്താ കൊറേ നേരം ഹലോ ഹലോ എന്ന് പറയണോ? ഹലോ ഹലോ പറഞ്ഞോളൂ. ഹലോ ഹലോ. അല്ലെ, മുത്തിന് ഇതൊക്കെ സുവർണാവസരം കേട്ടാ. കാരണം ബന്ധങ്ങൾ അറിയാൻ വേണ്ടിട്ടേ. അതെ. ചേലക്കര സെൻട്രിക്കടിയാ പോണത്. ഇത് കണ്ട പള്ളി തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ എല്ലാം അടുത്തടുത്താ. അത് തന്നെയല്ല തമിഴ്നാട്ടിക്കടെ പോണ പോലെ ഇല്ലേ? ഇപ്പൊ ഞാനല്ലേ പറഞ്ഞപ്പോ രണ്ട് സൈഡിലും പഴയ വീടുകളും സെന്ററില് മറ്റേ കോൺക്രീറ്റ് റോഡും. ഇതെന്താന്നറിയോ, ഈ റോഡൊക്കെ വികസിപ്പിച്ചപ്പോഴേ കെട്ടിടങ്ങൾ അവിടെ തന്നെ നിലനിർത്തി, ഒന്നും പൊളിച്ചില്ല. അടുത്ത ഇതിലെ പോയിട്ടാ കുഞ്ഞുമ്മയുടെ വീട്. അറിയോ ഇതൊക്കെ വല്ല വഴിയും? ഇതൊക്കെ പറഞ്ഞ് പഠിക്കണ്ടേ. പണ്ട് കാലത്ത് ഞങ്ങള് ഫുള്ള് കരിങ്കല്ല് കയറ്റാൻ നമ്മുടെ മടകളൊക്കെ ഇല്ലാത്ത സമയത്ത് ലോഡ് കയറ്റാൻ വന്നായിരുന്ന സ്ഥലങ്ങളാണ്. ചേലക്കര, പഴയന്നൂര് വശങ്ങള്. റോഡ് ചേലക്കര സെന്ററിലൊക്കെ വീതി കൂട്ടാണ്ട് നോക്കിയാ ഉള്ള വീതിയില് വെച്ചിട്ട് ഉണ്ടാക്കി പോയി. അയ്യോ, അത് തന്നെ കടകളൊന്നും പോയില്ല സംഭവം. പക്ഷെ എന്തുണ്ടായി, ആൾക്കാർക്ക് നടക്കാനും സ്ഥലമില്ല. കടക്കാരും കൊണ്ട് ഫുട്പാത്ത് എടുത്തു. തൊഴുപ്പാടം ഇങ്ങോട്ടേക്ക്, തൊഴുപ്പാടം പോണെങ്കിൽ തൊഴുപ്പാടം പോണെങ്കിൽ നമ്മള് ലെഫ്റ്റ് തിരിഞ്ഞ തൊഴുപ്പാടം. തൊഴുപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണലെടുക്കാൻ പോണ സമയത്ത് ലോറി കൊണ്ട് മണലെടുക്കാൻ പോവില്ലേ, ആ സമയത്ത് ഏറ്റവും അധികം മണലിന്റെ ഫേമസ് തൊഴുപ്പാടം മണലാണോന്ന് ചോദിക്കുക. അതായത് ഭാരതപ്പുഴയുടെ സൈഡ് അതേപോലെ തന്നെ. അപ്പൊ തൊഴുപ്പാടം മണൽ എന്നൊക്കെ പറഞ്ഞ അത്ര ഫേമസ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ വന്നപ്പോ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മായന്നൂര് ഒറ്റപ്പാലൊക്കെ പോണത്. ഈ വഴി അങ്ങോട്ട് പോണെന്ന് അറിയാം നിങ്ങൾക്ക്? ആലത്തൂര്. നോക്കിയേ, വഴിയൊക്കെ ശരിക്കും മണ്ണ് വെട്ടി വീതി കൂട്ടിയതാണോ അതേന്ന് തോന്നുന്നുണ്ട്. പക്ഷെ സൂപ്പർ റോട്ടാണ് കേട്ടാ. ഇപ്പൊ നമ്മള് ശരിക്കും വടക്കാഞ്ചേരിന്ന് ഇങ്ങോട്ട് അടിപൊളി റൂട്ടാ. റോട്ട് എന്നല്ല പറഞ്ഞ, റൂട്ട് എന്നാ പറഞ്ഞ. ആണെങ്കി ആയിക്കോട്ടെ സിസ്റ്റർ. അപ്പൊ പള്ളി എത്താറായി. ഇനി എത്ര കിലോമീറ്റർ കാണിക്കുന്നുണ്ട്? അപ്പൊ ഞങ്ങള് പള്ളി എത്തണം, ദേ എത്തണം എന്ന് പറഞ്ഞിട്ട് മറ്റേ ദിപ്പ പൊട്ടും പൊട്ടാറായി എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കല്ലാണ്ട് ആവണില്ല. മുത്താണെങ്കിൽ വിശന്നിട്ട് ഇവിടുന്ന് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് നിക്കുക. വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ അരിപ്പിക്കാണ് 20-30. ഇത് വണ്ടി പോണത് 60-ലാ, മനസ്സിലായോ? പക്ഷെ ബാക്കിയുള്ള വണ്ടികൾ പോണ കാണുമ്പോ കൊതിയാവണം കേട്ടോ. ഓട്ടോറിക്ഷ വരെ നമ്മള് വെട്ടിച്ചു പോണു. 60 മൈൽ സ്പീഡിൽ കൂടുതൽ ഈ വഴിക്ക് 60-ലൊന്നും പോണില്ല. വെറുതെ പറയണതാ. 60-ല് പോവാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ നമ്മളല്ലേ വെട്ടിച്ചു പോണത്. അതെന്താന്ന് അറിയോ, കാറിൽ ഇരുന്നിട്ട് ആ സുഖം പറ്റിയിട്ടേ ഈ പെട്ടെന്ന് ഇതിലേക്ക് മാറുമ്പോ സന്തോഷായി.
ഓട്ടോറിക്ഷനെ വെട്ടിച്ചു. ആയിക്കോട്ടെ, ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കണില്ല. സാധാ പെടയ്ക്കണം ഞാൻ പറയണില്ല, സാധാ പോലെ നീയോ ഓടിച്ചോ? എന്തേ പ്രതീക്ഷേട്ടന് ഞാൻ ഓടിക്കണത് ഇതിനാന്ന് പറഞ്ഞൂടെ? നീ പെടച്ചു പൊക്കോളൂ. ഞാൻ പെടച്ചു പോവില്ല. അപ്പൊ പിന്നെ ഞാൻ പെടച്ചിട്ട് എവിടെയും കൊണ്ട് ബുദ്ധി കയറ്റിക്കോട്ടെ അല്ലേ? ആകെ വണ്ടി മേടിച്ചിട്ട് 10 ദിവസമേ ഉള്ളൂ, കുറച്ച് ദിവസം കഴിയട്ടെ, എന്നിട്ട് നമുക്ക്. പ്രതീക്ഷേട്ടന് ഒരു ഓട്ടോറിക്ഷനെ ഓവർടേക്ക് ചെയ്യണത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ. ആ 10 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഓട്ടോറിക്ഷയുടെ അടുത്ത് എത്തണേ. ഇനി നോക്കിക്കോ, ആ കാറിന്റെ അവിടെ എത്തുമ്പോ ഒരു സമയവും. അതിപ്പോ പറഞ്ഞ നിലയ്ക്ക് വേഗം പോണ്ട്. എന്തെങ്കിലും ആവട്ടെ. വളവിൽ ഓവർടേക്ക് ചെയ്യല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നീയല്ലേ സ്പീഡിൽ പോകാൻ പറഞ്ഞ, എന്തെങ്കിലും ഉണ്ടായാൽ പൂർണ്ണ ഉത്തരവാദി നീ ആയിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. 20 മൈൽ സ്പീഡിൽ. അയ്യോ, ഞാൻ 60 പോണം, ഒറ്റ സ്പീഡ് കുറയ്ക്കണം. ട്രാഫിക് നിയമം പാലിച്ചിട്ട് പോകണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഇത്തിരി കൂടി കഴിഞ്ഞ വണ്ടി നമുക്ക് ആന്റിയുടെ വീട്ടിൽ പോണ്ടി വരും. ഇത് കോഴിക്കാടാ? കോഴിക്കാട് ശരിയല്ലേ വായിച്ചത്? കോഴിക്കോട്ടാന്ന് അങ്ങനെയാണോ? ഇത്തിരി കൂടി കഴിഞ്ഞാലേ വണ്ടി തിരിച്ചിട്ട് നമുക്ക് ആന്റിയുടെ വീട്ടിൽ പോവാന്ന്. ചാക്കന് പെണ്ണ അവിടെ എത്തിയിട്ടേ. ഇതിപ്പോ എത്തും നമ്മള്. അങ്ങനെ നമ്മള് പള്ളിയുടെ ഓഡിറ്റോറിയം പള്ളിയൊക്കെ ഒരുമിച്ച് തന്നെയാന്നുണ്ട് അല്ലേ? പഴയന്നൂര് സെന്ററിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോ കയ്യോടെ കാണുന്നതാണ് പള്ളി. അപ്പൊ ഇവിടെ തന്നെയാണ് പരിപാടി. അപ്പോ ഫുഡ് അടി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഫുഡ് അടി, എന്നിട്ട് അടുത്ത കേസ്. പെണ്ണും ചക്കനും കേറാൻ പോണുള്ളൂ കണ്ടാ? അതെ കണ്ട. അപ്പൊ നമ്മള് കൃത്യസമയത്ത് നമ്മള് കറക്റ്റ് ടൈം. AC ഹോളാന്നുണ്ട്, രക്ഷപ്പെട്ടു. ബെൻസ് തന്നെയാ, എല്ലാം ബെൻസാ. പെണ്ണിന്റെയും ചെക്കന്റെയും ബെൻസ് തന്നെയാ. ഇനിയിപ്പോ നമ്മള് വന്നിട്ടുള്ള കല്യാണം ഇത് തന്നെയല്ലേ? അതെ. ഇനി വേറെ കല്യാണത്തിന് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാരാണെങ്കിൽ പകുതി ആൾക്കാർ അറിയില്ല എന്ന് പറയുകയും ചെയ്തു. എവിടെ കൊണ്ട് നിർത്തുക? കാണലൊന്നുള്ള സ്ഥലമൊന്നും ഇല്ല. ഈ ചേട്ടൻ അറിഞ്ഞിട്ടുമില്ല. വണ്ടിക്ക് ഇത്തിരി സൗണ്ട് വേണം. അങ്ങനെ എത്തിപ്പെടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അല്ലേ? ഫുഡിന്റെ സ്ഥലം എവിടെയാന്നുള്ളത് കണ്ടുപിടിച്ചാൽ മൊത്തം അത് നല്ലത്. ഓഡിറ്റോറിയത്തിൽ പരിപാടി നടക്കണ്ടത്, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വരാം. അപ്പം തിരക്ക് പറയും. വന്നപ്പോൾ വലിയ കുഴപ്പമില്ല. സാധാരണ ചൂട് എടുത്തിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൂളർ കണ്ടോ? ഇതേപോലെ ഇവിടെ ഒരു കൂളറുണ്ട് കണ്ടോ? അതേപോലെ എല്ലാ സ്ഥലത്തും കൂളർ വെച്ചിട്ടുള്ള കാരണം തണവുണ്ട്, വലിയ ചൂടില്ല അല്ലേ? ആശ്വാസമായിട്ടിരുന്ന് കഴിക്കുക. AC ഇല്ലെങ്കിലും ഇങ്ങനത്തെ സംഭവം വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനത്തെ ഫാനാണെങ്കിൽ കുറച്ച് സമാധാനമുണ്ട്. അപ്പോൾ ഇവിടെ കറികളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുള്ള പ്ലേറ്റ് വന്നിട്ടില്ല. കറികളും സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ എല്ലാം സെറ്റിങ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓരോ സൈഡിൽ നിന്ന് ചേച്ചി ക്ലിയർ ആക്കി വരുന്നുണ്ട്. ഇവിടുന്ന് ആൾക്കാർ എഴുന്നേറ്റ് ഞങ്ങൾ ദേ ഇരിക്കുന്നു. കുറച്ച് തട്ടിയാൽ മതി, വയറ് നിന്റെ തന്നെയാ. ഇന്നലത്തെ കുഴിമന്തി നല്ല കലകലക്കിയിട്ടുള്ളതല്ലേ, വേണ്ടാന്ന് പറഞ്ഞ്. അതല്ല, നീ കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ഇന്നലെ അമ്മ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതിയെന്ന്. ഏറ്റവും അധികം കുഴിമന്തി വന്നിട്ട് ആരാ കഴിച്ചേ? അതാ പറഞ്ഞ. ഇന്നിപ്പോ ദേ വാരി തട്ടുണ്ട് ആള്, ഭയങ്കര സന്തോഷത്തിലാ. ബീഫ് ഇഞ്ചപ്പുളി മീൻ, പിന്നെ എന്താ പറയാ, ചെമ്മീൻപൊടി, കാളൻ, അവിയല്, കുറെ ഐറ്റംസ് ഉണ്ട്. ബീഫ് മുത്തിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അവൻ കഴിക്കൊന്നുമില്ല. ചെമ്മീൻ പൊടി നിനക്ക് ആവശ്യമുള്ളത് നീ തന്നെ എടുത്ത് കേട്ടോ, സാധനം വേസ്റ്റ് ആക്കരുത്. ഞാൻ പൂക്കളിട്ട പോലെ എല്ലാ കറികളും നിരത്തി കേട്ടോ. ചമ്മന്തിപ്പൊടി, അതുപോലെ തന്നെ പയറുപ്പേരി, ചിക്കൻ വറുത്തത്, സലാഡ്, പിന്നെ മീൻ പറ്റിച്ചത്, മോര് കറി, ചോറ്, പിന്നെ അച്ചാറ്, മുന്തിരിങ്ങ അച്ചാറ്,
പിന്നെ അവിയല്, പിന്നെ ഇറച്ചി മൊത്തം നിരത്തിയിട്ടല്ലേ. ഇത് നല്ല അനക്ക് തുടങ്ങി. അപ്പൊ ഞങ്ങൾ കഴിച്ചു തുടങ്ങട്ടെ കേട്ടോ. നല്ല തിരക്കാണ്. ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് പോകാന്ന് വെച്ചിട്ട് തിരക്കാണ്. അപ്പോൾ അത് കാരണം കുറേ നേരമായി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്കിള് ഒക്കെ ഞങ്ങളെ പുറത്ത് വെയിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് നിൽക്കണേ. അവസാനത്തെ ഐസ്ക്രീമും മേടിച്ചു. ഞാൻ കൂടുതൽ കിട്ടാൻ വേണ്ടി ഇതിൽ മേടിച്ചു. മുത്തും ഇതൊക്കെ കോണിലാണ്. ഞാൻ കൂടുതൽ കിട്ടാൻ വേണ്ടി മേടിച്ചതുണ്ടോ, നിങ്ങളൊക്കെ ഇതിലല്ലേ മേടിച്ചത്. അപ്പോൾ കല്യാണത്തിൻ്റെ പരിപാടി കഴിഞ്ഞു, ഫോട്ടോ എടുക്കലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുൾ ഹാപ്പി. അപ്പോൾ ഇത് അങ്കിളൊക്കെ ഉണ്ട്. നേരെ വടക്കഞ്ചേരിക്കാണ് പോണേ. മമ്മിയുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നേരെ പോയിട്ട് ഇനി അജീഷിൻ്റെ അടുത്ത് കൂടി പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ നമ്മൾ മമ്മിയുടെ വീട്ടിലും വന്ന് അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ എത്രയും സമയം 4:20 അപ്പോൾ ഇവിടെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ വെയിലായ കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും ഇറങ്ങിയില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അജീഷിൻ്റെ അടുത്തേക്കാണ്. വണ്ടി ഇന്ന് ഓടിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അജീഷിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകണം. അജീഷിൻ്റെ അടുത്ത് വരെ പോയിട്ട് ചെറിയ ആവശ്യമുണ്ട്. പിന്നെ വണ്ടിയിൽ നിന്ന് ചില സാധനങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പോകുന്നപ്പോൾ എടുക്കാൻ മറന്നു പോകുന്നു. അപ്പോൾ എൻ്റെ വാച്ച്, അതുപോലെ തന്നെ ഇയർഫോൺ, അങ്ങനെയുള്ള സാധനമൊക്കെ വണ്ടിയിലാണ് കിടക്കണം. അതൊക്കെ ഒന്ന് എടുക്കണം. എന്നിട്ട് പിന്നെ നാളത്തേക്കുള്ള ഓട്ടങ്ങളും കാര്യങ്ങളൊന്നും തപ്പണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അജീഷിൻ്റെ അവിടേക്ക് പോവാം. ഫസ്റ്റ് അതന്നെ, ഇത്ര നല്ല വണ്ടി പുതിയത് മേടിച്ചിട്ട് ഇപ്പൊ തന്നെ ഉണക്കമീൻ കയറ്റി വെച്ച് ഇതിനുള്ളിൽ അപ്പടി ഉണക്കമീന്റെ മണാവില്ല. നീ ഇതേ അത് കുഴപ്പമില്ല. വണ്ടിയുടെ ഉള്ളിൽ മുഴുവൻ ഉണക്കമീന്റെ മണം അടിച്ച് സ്പ്രേ. അപ്പൊ അല്ലെങ്കിൽ ആൾക്കാർ വണ്ടിയിൽ ആരെങ്കിലും കയറി അപ്പൊ എന്നെ പറയണം ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സ്പ്രേ ഇറങ്ങിയിട്ടുള്ള ഉണക്കമീന്റെ മണമുള്ള സ്പ്രേ എന്ന്. ഇതെന്ന് ഉണക്കമീന്റെ മണം ഉണ്ട്. പൈനാപ്പിൾ, സ്ട്രോബെറി ഒക്കെ ഉണക്കമീൻ്റെ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ ഒരു പൊട്ട മണമുണ്ട്. ആ മണമൊക്കെ ഉണ്ടാക്കണവരുണ്ടല്ലോ സ്പ്രേ. പിന്നെ അഴുക്ക് ചാലിലെ മണം, കാനയില്ലേ കാന, കാനയിലത്തെ മണം വേണമെന്ന് ചോദിക്കും പെർഫ്യൂം നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ പെർഫ്യൂം ഈ കാനയിലത്തെ മണം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് കിട്ടും. എങ്ങനെ വേണമെങ്കിലും പലതും കിട്ടും. അപ്പൊ നമുക്ക് നേരെ അജീഷിന്റെ വീട്ടിലേക്ക് പോകാം. അജീഷിന്റെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വടക്കഞ്ചേരി സെന്ററിൽ നിന്ന് നേരെ എന്താ പറയാ ഇവിടുന്ന് നേരെ കട്ട് ചെയ്യും. എവിടേക്ക്? ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അജീഷിന്റെ വീടിന്റെ വഴിക്ക് എത്തും. അപ്പോൾ വണ്ടി അവിടെ കിടക്കണ്ടാവും. അജീഷിന്റെ വീടിന്റെ അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ വണ്ടി അവിടെ ഇട്ടുണ്ടാവും പുറത്ത്. അപ്പോൾ അവിടെ നമുക്ക് കയറിയ സാധനങ്ങൾ എടുക്കാം. അജീഷിനോട് താക്കോലും കൊണ്ട് വരാൻ പറയാം. ഗായ്സ്, അപ്പം അങ്ങനെ നമ്മൾ നേരെ വണ്ടിയുടെ അടുത്ത് വന്നു. ഇയർഫോൺ ഇല്ലേ റൈഡറാ? അജീഷിൻ്റെ വണ്ടിയാണ് എനിക്ക് കാണുന്നത് കേട്ടോ. അജീഷ് ഇതിൻ്റെ പുറത്താണ് ഫുൾ ടൈം. ഇവിടെ വണ്ടിക്ക് എന്താ പറയുക ഓട്ടമില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇതിൽ പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കും. എന്നിട്ട് അജീഷ് മൊത്തം കറങ്ങി അടിക്കും. ഇതാണ് പരിപാടി. എന്ത് ഹാഫ് അടിക്കുള്ളൂ. എന്തായാലും വണ്ടിയിൽ വന്നിട്ട് നമ്മുടെ ഇയർഫോണേ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇയർഫോൺ വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ആ സംഭവം വീട്ടിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വണ്ടിയിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും ഇയർപോഡ്സ്. അപ്പോൾ അത് കാരണം നോക്കിയപ്പോൾ വണ്ടിയിൽ വന്നപ്പോഴും ഇല്ല. ഇനിയിപ്പോൾ വണ്ടിയിൽ ഫുൾ അരിച്ച് പറക്കി നോക്കി, അപ്പോൾ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ നോക്കണം. പിന്നെ അജീഷ് ഇവിടെ ഇന്ന് ഒതുക്കിയേക്കാണ്. നാളെ മുതലാണ് അജീഷിൻ്റെ വിഷു തീരുള്ളൂ. ഇന്നുകൂടി അവൻ വിഷു എടുത്തേക്കാണ്. അല്ല 2 ദിവസമാക്കി വിഷു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ പരിപാടി കഴിഞ്ഞ് നാളെ അവൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ താറുകൂട്ടനെ വണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. താറ് ഇതേവരെ നമ്മുടെ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഒന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട് താറിനെ കൊണ്ടുവന്നു. താറിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾ വേറെ എന്താ ഫോണിലാണ്. അവിടെ കുഴപ്പമില്ല. അജീഷ് ഒന്ന് ഓടിച്ച് വെക്കണം. അവരുണ്ട് വേണ്ട, പിന്നെ ഓടിക്കാം. വേണമെങ്കിൽ ഓടിച്ചോ, വേണ്ട അതിന് കുഴപ്പമില്ല. അതേ ആൻറ്റിന, നമ്മുടെ FM റേഡിയോയുടെ ആൻറ്റിന. പിന്നെ ഇപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒക്കെ സാധാ പോലെ തന്നെ. വേറെ അല്ല, അതൊക്കെ വണ്ടി വരുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളാകെ നമ്പർ പ്ലേറ്റ് മാത്രമാണ്. അതും അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുള്ള. കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്. ബാക്ക് ഇങ്ങനെ. അജീഷ് വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അജീഷ് പറഞ്ഞുള്ളൂ വണ്ടി കണ്ടില്ല എന്ന്. അപ്പോൾ വണ്ടി കണ്ടില്ല എന്നുള്ള പരാതി മാറിയില്ലേ. ഇത്ര തന്നെ. ഇരിക്കാനുള്ള സ്ഥലം ഡിക്കിക്കുള്ള സ്പേസൊക്കെ കുറവാണ്. പിന്നെ ഇത് സീറ്റ് വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുത്തിൻ്റെ ഇവിടെ ഒരു ബാക്കടി അങ്ങോട്ട് വെക്കാം നമുക്ക്. ഏത് അതൊക്കെ ഊരി വെക്കാം. ഇത് ഊരി വെച്ചിട്ട് ഈ കമ്പി മാത്രമായിട്ട് വേണമെങ്കിൽ മോള് ഇത് അങ്ങനെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഇത് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ല. ഇത് കണ്ടോ ഞാൻ കെട്ടി വെച്ചേക്കണേ. എവിടെയാണ് വീൽ സ്പാനർ, അതുപോലെ തന്നെ ജാക്കി ലിവർ, ഈ വക സാധനങ്ങൾ വെക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല. ഇത് ഇങ്ങനെ ഇതൊന്ന് വെച്ച് കെട്ടി വെക്കണം. അവർ തന്നപ്പോൾ ഇവിടെ നിലത്തിട്ടിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഓടി അയച്ചു വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഇടയ്ക്ക് അയച്ചു. ഈ ഡോറ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയും ചെയ്യാം. വേണമെങ്കിൽ റൗണ്ട് ഓടിക്കേ. പിന്നെ ഓടിക്കാമെന്ന്. അവനെന്തോ പുതിയതായ കാരണം ഒന്നുണ്ടല്ലേ. എന്നാൽ പിന്നെ ഓടിക്കാം, കുഴപ്പമില്ല.
അടയ്ക്ക് മൊത്തേ. അപ്പോൾ ഞങ്ങൾ പോട്ടെ എന്നാൽ. വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എൻ്റെ വാച്ച് അതേപോലെ വണ്ടിയിലായിരുന്നു. വാച്ച് കിട്ടി, പിന്നെ ഇയർപോഡ്സ് കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ വേറെ 2 പിന്നെ സ്പ്രേ ആ സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് എടുത്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ദിവസം നാളെ ഓട്ടം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ബോഡി സ്പ്രേ ഒക്കെ ഒരെണ്ണമുള്ളൂ. അപ്പോൾ അത് തന്നെ അത് വണ്ടിയിലെ കിടന്നായിരുന്നു. അത് അടിക്കാണ്ട് പറ്റില്ല എന്ന് പറയില്ലേ. പാവം ഈ വഴിക്ക് വന്നാലും എടുത്താട്ടെ, അല്ലെങ്കിൽ എടുക്കൊന്നുമില്ല. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ മുത്തിൻ്റെ വക അജീഷിൻ്റെ വണ്ടികളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കലാണ് കേട്ടോ പരിപാടി. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബിന്ദുച്ചിയുടെ വീട്ടിലേക്ക് അല്ലേ. ഇനി ചേട്ടൻ്റെ ഭാര്യ വീട്ടിലേക്ക് ഒന്ന് പോകണം. അവിടെ അപ്പച്ചനും അമ്മച്ചും സുഖമില്ലാണ്ട് കിടക്കുക. അപ്പോൾ അവരൊന്ന് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് വിട്ടാലോ എന്നാൽ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ എന്ത് സാധനം പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിധിയാണ് ഡോറ് കുഴപ്പമില്ല. എന്ത് സാധനം ഉണ്ടെങ്കിലേ കളഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടുസൂചി വരെ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് നിധനെ വണ്ടിയിലേക്ക് വീണ്ടും കയറ്റി വിട്ടേക്കുക. എയർപോർട്ട് കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ. അപ്പം നിധ എന്തായാലും തിരഞ്ഞെടുക്കുന്ന പറഞ്ഞേക്കണേ. അതിലുണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. ഒരുവിധം തിരച്ചിലൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഞാൻ വല്ല അവാർഡ് കൊടുക്കും. അപ്പോൾ ഉറപ്പാണ്. കാരണം ഞാൻ ഈ റൗണ്ട് മുഴുവൻ തപ്പിയിട്ട് ഇത്ര നേരം തപ്പിയിട്ട് കിട്ടാത്തൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നിട്ട് ഇനി തപ്പിയിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ ഒരു കഴിവെന്നല്ല ഇനി പറയാൻ പറ്റുള്ളൂ. അല്ല ജീഷേ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കണം. നോക്കട്ടെ. അപ്പം മുത്തും കൂടിയിട്ട് നോക്കാൻ പോയിട്ട് കിട്ടുമില്ല എന്നുള്ളത് അറിയാതെ ഇനി ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നണല്ലേ കിട്ടുമെന്ന്. ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. തപ്പി കഴിയട്ടെ, ഒരു പ്രശ്നമില്ല. നീ റൗണ്ട് ഓടിച്ചറാ. ഓടിച്ചോ? അവൻ വീണ്ടും കയറിയിരിക്കണുള്ളൂ. അതുകൊണ്ട് എടുത്തോ, ഞാൻ കയറാം, കുഴപ്പമില്ല. ഞാൻ ദേ വരുന്നു കേട്ടോ. നീതേ ഒരു മിനിറ്റ്, ഞങ്ങളിത് ഇപ്പോൾ വരാം. ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ഓണായി തിരിച്ചു പോയതിന് ശേഷം ഓണാക്കിയാൽ മതിയേ. വെറുതെ തൊട്ടാൽ മതിയേ, അടിക്കണ്ട, ഇങ്ങനെ പിടിക്കണ്ട, വെറുതെ ഇങ്ങനെ കാണിച്ചു വിട്ടാൽ മതി. അത്രയ്ക്ക് ആവശ്യമുള്ളൂ. അത് എന്താ സ്റ്റിയറിങ് സ്റ്റഡി അല്ല എന്നുള്ളത്. അത് സ്റ്റിയറിങ് ഇപ്പോൾ വട്ടം തിരിഞ്ഞിട്ടല്ല ഇരിക്കണേ. പിന്നെ ഫ്യൂവല് കുറവാന്നുള്ളതും. അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ അവിടെ നിന്ന് പോരുമ്പോൾ തെളിഞ്ഞുള്ളൂ. റിവേഴ്സ് മറ്റേതുപോലെ പൊക്കിയിട്ട് ഇടുക. നമ്മുടെ വണ്ടിയിൽ അങ്ങനെ തന്നെയല്ലേ? വേണ്ട അല്ലേ? ഇത് പൊക്കി തരണം. ഇത് പൊക്കി തരണം. ഇല്ലടാ, ഇത് പൊക്ക്. ഇത് ഈ സാധനം ഇല്ലേ, ഇത് ഇത് അടി. ഇനി ഇട്. ഓക്കെ, ഇപ്പോഴാണ് റിവേഴ്സ് വീഴും. ഞാൻ പോകുമ്പോൾ ഈ വഴിക്കല്ലേ പോണ്ടേ? വന്നത് ഈ വഴിക്ക്. അജീഷിൻ്റെ ഗ്രാമപ്രദേശമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ എന്തെങ്കിലും വേറെ ബിസിനസ് ഉണ്ടോ? ഒന്നുമില്ല, കാർഷിക രംഗം മാത്രം. അത്രേ ഉള്ളൂ. എന്താ വണ്ടി ഓടിച്ചിട്ട് തോന്നണേ? സുഖണ്ട? വണ്ടി പവറാ, വേറെ കുഴപ്പമൊന്നുമില്ല. പവറിൽ ഇങ്ങനെ പൊക്കോളൂ. ഇതെന്തമ്പലാടാ? എല്ലാ ആൾക്കാരും കൂടിയിട്ടുള്ളതാണോ? അതെ. ഇവരുടെ പാടഭാഗങ്ങളൊക്കെ ഉണ്ടോ? പുറത്ത് കൃഷിഭൂമികളും തെങ്ങും അതുപോലെ ഇവിടെ എള്ളല്ലേടാ? ഇത് എള്ള് വിതച്ചേക്കണതല്ലേ ഈ കാണണേ? എള്ള് തന്നെത്താണ്ടായിട്ടുള്ളതൊന്നുണ്ടല്ലേ? തന്നെത്താൻ പറ്റതാ? പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോണതാണ്. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? ശരിയുണ്ടല്ലോ, സന്തോഷം ഉണ്ടോ? വണ്ടി പവറാണ്. പണം പോയാലും പവർ പറ്റും. എന്താ ഇനി ഇതാ തപ്പിയിട്ട് ഇത് കിട്ടിയോ? ഇയർഫോൺ കിട്ടിയോ? കിട്ടിയോ? ഇല്ല. അപ്പം എന്നാ പോരെ, പോവാ. അപ്പോൾ വണ്ടിയിലില്ല എന്നുള്ള കാര്യം 100%. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലുണ്ടെങ്കിൽ ഇത് എങ്ങനെയും തപ്പിയെടുത്തേനെ. AC ഓഫ് ചെയ്തിട്ടില്ലേ നോക്കിയോളൂ കേട്ടോ അജീഷേ. അപ്പോൾ AC ഇട്ടിരിക്കാൻ വേണ്ടി കയറിയതാണല്ലേ? ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ ഒരു ഇത് കൊണ്ടിരുന്നാണോ ഞങ്ങൾ കറങ്ങിയിട്ട് വരണവരെ. പോവാന്നോ? തേക്കിൻ്റെ അല്ല, പഴയ കാലത്ത് മീനൊക്കെ മേടിച്ചായിരുന്നു ഈ ഇലയിലായിരുന്നു. മീൻകാർ വരുമ്പോൾ ഇല ഉണ്ടാവാറുണ്ട് അല്ലേ? ഇപ്പം അതൊന്നുമില്ല. അജീഷേട്ടൻ്റെ വണ്ടിയിൽ കയറിയത് പോന്നിട്ട് എന്ത് തോന്നിയേ മുത്തേ? ആകാശത്ത് വരണ പോലെയാ. അത് ബാക്കിലുള്ള ഹൈറ്റ് അല്ലേ? സംഭവം പെട സാധനമാണ് അല്ലേ? ഇത് എത്ര CC യാടാ? CC ഒന്നും അറിയില്ല. 150. ബാന്നാ 80. അല്ല, ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ. കെട്ടി പറഞ്ഞ് വീണത് എടുക്കാൻ വേണ്ടിയിട്ടാണോ? സെൽഫില്ലേ അപ്പൊ ഇതിന്? സെൽഫിന് ന്യൂട്രാക്കണം. ന്യൂട്രായില്ലേ?
ഒരു സൗണ്ട് കേൾക്കാം ഡും. അയ്യോ എന്താ പിന്നെ അപ്പം വണ്ടി ഓടിക്കാറിയാത്താണോടാ? അറിയാത്തല്ല ഞാൻ വെറുതെ നോക്കാൻ മതി. ആടാ പോയ ആ വഴിക്ക് പോയ ഇങ്ങനെ പടത്തോടെ എടുത്തി വളച്ചിട്ടൊക്കെ ആയിരിക്കും വരിക. മോട്ടോ ജീപ്പിലും വരുന്നുണ്ട് വരുന്നുണ്ട്. ശബ്ദം കേൾക്കണ്ട. ആ അതേ വരുന്നേ വരുന്നു നല്ല വണ്ടിയാ നല്ല വണ്ടിയാ നല്ല വണ്ടിയാണോന്ന് നല്ല വണ്ടിയാണോന്ന് കൈ കൊടുക്കുമ്പോഴേക്കും പറഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഈ ടൈപ്പ് വണ്ടികളെ എനിക്ക് ഇങ്ങനത്തെ ഈ ഫ്രണ്ടൊക്കെ ഉള്ള സാധനമില്ലേ അത് വലിയ ഇഷ്ടമില്ല. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ തന്നെ ഒരു ഡ്യൂക്ക് കയറിയിട്ട് ഓടിച്ചിട്ടേ പെട്ടെന്ന് ഇങ്ങനെ തിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ തിരി അങ്ങോട്ട് കിട്ടാത്ത കാരണം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചത് ഓർമ്മയുള്ളൂ. ഒറ്റ അലക്കാണ് നമ്മുടെ ഒരു പ്രധാന ഭാഗം. മോളി കയറി കണ്ണീന്നൊക്കെ വെള്ളം വന്നു. അതോടുകൂടി എനിക്ക് ഓടിക്കാൻ പേടിയായി. കാരണം ഇതിന് അത്ര പ്രശ്നമില്ല. പക്ഷെ ഡ്യൂക്കിൻ്റെ ഒക്കെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് നോക്കി ഓടിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാധനം ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് പൊട്ടിപ്പോവും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. അപ്പം എന്തായാലും കുഴപ്പമില്ല, ഇത് സൂപ്പറാ. മുത്തിന് ഓൺലി ഇതെന്താ പറയുക, കയറിയിരിക്കുക. ആ അത് തന്നെ, അത് അത്ര മാത്രമാണ് പാടുള്ളൂ. അങ്ങനെയുള്ള കാട്ടായങ്ങളൊക്കെ കാട്ടാം. അല്ലാണ്ട് ഓടിക്കണത് 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കേട്ടാ. വെയിറ്റ് ഒന്നും ഇല്ല. ആരെ പറഞ്ഞു? ഞാൻ പറഞ്ഞു വെയിറ്റ് ഉണ്ടെന്ന്. പക്ഷെ നിനക്ക് ഇതിന് കാണുമ്പോൾ ജാതി ലുക്ക് ഉണ്ട് കേട്ടോ, നീനകത്ത് ഇരിക്കണം കാണുമ്പോൾ. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടാ. റൈഡർ സുഖുവിൻ്റെ പോലെയൊക്കെ ഉണ്ട്. സുഖം ഇറങ്ങിക്കോ, പോവാ. അജീഷേട്ടൻ പോട്ടെ. അജീഷിൻ്റെ വീടിൻ്റെ അവിടേക്ക് വണ്ടി പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തിയേക്കണേ. അപ്പോൾ പോവാന്നാ, ഓക്കേടാ. ഗായ്സ്, ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും പുതിയത് മേടിച്ചതാണല്ലോ. അപ്പോൾ നോക്കിയിട്ടുണ്ട് ഒരു റബ്ബർ തോട്ടത്തിലേക്ക് കയറി പോകണ വഴി. അപ്പോൾ വണ്ടി പോവും എന്നുള്ള ഞങ്ങൾക്കൊരു വിശ്വാസപ്പുറത്ത് ഞങ്ങൾ എന്താ പറയുക വണ്ടി നശിപ്പിക്കാനായി ആദ്യമായി തീരുമാനിച്ചു. അല്ലാണ്ട് ഞങ്ങൾക്കൊരു ഓഫ് റോഡ് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം മരക്കുറ്റികളെയും അതികളെയൊക്കെ കയറ്റി അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ ആരുടെ പറമ്പാന്നൊന്നും അറിയില്ല. കയറി ചെല്ലുമ്പോൾ അവിടെ പിടിച്ച് നിർത്തണോ ഞങ്ങളെ. മഴ പെയ്തിട്ട് വണ്ടി കയറി പോകുമെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ റിവേഴ്സ് കയറി വരും, അല്ല റിവേഴ്സ് ഇറങ്ങി വരും. അയ്യോ പോവില്ല, പോവില്ല. പോവോ? പാവം നിതയുടെ ഒരു കഷ്ടപ്പാട് നോക്ക്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിതോട് പറഞ്ഞിട്ട് നിത നടന്നു പോയിട്ട് ഒളിച്ചിരുന്ന് എടുക്കണം കേട്ടോ. ഇതിൽ കയറി പോയില്ല എന്നുള്ളത് അറിയില്ല. നമ്മൾ ഇതേവരെ ഇങ്ങനത്തെ ഇതുകളൊന്നും കയറ്റിയിട്ടില്ല. ജീപ്പൊക്കെ കയറി പോകുന്ന സംഭവം. എന്നാൽ കൂടിയും നമ്മളൊരു പരീക്ഷണാർത്ഥമാണല്ലോ നോക്കണത്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയില്ല കയറില്ല എന്നുള്ളത്. എന്തായാലും നമ്മൾ പരീക്ഷിക്കാൻ പോവാണ് കേട്ടോ. പോരട്ടെ പോരട്ടെ. അയ്യോ അയ്യേ കറങ്ങണ്ട്. അയ്യേ താറിന്റെ മാനം കളയല്ലേ പ്രതീക്ഷേട്ടാ. അമ്മ അവിടെ വരുന്ന പാമ്പ് പിടിച്ച് കടിക്കാവൂ എന്നെ. പോരട്ടെ പോരട്ടെ. അമ്മോ 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 അമ്മോ. ഓ ഓ ഓ ഓയ്യോ. കളിയിടക്കെ കഴിഞ്ഞ കേറുണ്ട് 4x4 അല്ലാണ്ടും കേറിപ്പോണ്ട്. അമ്മോ അമ്മോ എന്തിട്ടൊക്കെയോ. ഈശോ നല്ല കേറ്റാട്ടാ. വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആവണില്ല. കൊമ്പും വണ്ടി കോടി തവിട് പൊടിയായി സൈഡില്. ആഗ്രഹത്തിന്റെ പുറത്ത് കയറ്റി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ എന്താ സംഭവം ഉണ്ടാവണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, 2 വീലർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇനീഷ്യൽ ടോർക്ക് ഉണ്ടല്ലോ അത് കുറവായിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ മറ്റേ 4 വീല് നമ്മൾ ഒരു ഗിയറിൽ ഇട്ടിട്ട് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യണ പോലെ ഇത് പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്ത് തന്നെ നമ്മളിങ്ങനെ പോരണം. അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് ആയ കാരണം 4 വീൽ ഡ്രൈവ് അല്ലാത്ത കാരണേ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ പറ്റില്ല. പിന്നെ വണ്ടിയൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കണമെങ്കിൽ ആ സംഭവം ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ കുത്തൂട്ടോ. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മേടിച്ച് അപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക വണ്ടി ഇങ്ങനെ കോറിയൊക്കെ പോകണ
കാണുമ്പോൾ മനസ്സിലൊരു വിഷമം തോന്നും. പിന്നെ ഇപ്പോൾ കോറിലൊക്കെ സ്ഥിരമായി കഴിയുമ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല. നമുക്ക് ആ ഫീലിങ്സ് ഒക്കെ ഇങ്ങോട്ട് മാറി കിട്ടും. അപ്പോൾ എന്തായാലും നമ്മളുടെ ഒരു ചെറിയ ഓഫ് റോഡ് നമ്മളങ്ങോട്ട് ഓടിച്ചേക്കാണ് ആദ്യമായി. ഇതേ കണ്ട അതീ മുള്ളൊക്കെ ഇങ്ങനെ കിടന്ന് വണ്ടി മറിയാണ് കേട്ടോ. അതീ കണ്ട അയ്യോ അയ്യോ എന്റെ നോക്കിയേ നല്ല ഹൈറ്റിലാട്ടാ ആ വീടൊക്കെ നോക്കി നിക്കണേ. വേറെ റോഡ് ഇത് അവിടെയാണ് കേട്ടാ. ഇങ്ങനെ കേറി വന്നു നമ്മള്. അയ്യോ കറക്റ്റ് ടയറിന്റെ അവിടെ ഞെയിപ്പോയി ആ കല്ല്. ആ മരത്തിന്റെ കൊമ്പേക്കടെ കേറിയിട്ട് അടിച്ചായിരുന്നു അടിയൊക്കെ. ആ അതല്ലേ പുറത്തുനിന്ന് കണ്ടപ്പോ ചെറിയൊരു കറക്കൊക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു 2 വീൽ ഡ്രൈവ് അല്ലേ ഇത്, 4x4 അല്ലല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കണം. ഇനി പ്രതിഷേധം എടുത്തും ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന്. കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ 200 കിലോമീറ്റർ 300 കിലോമീറ്റർ ആയപ്പോഴേക്കും ഓടിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോലൊക്കെ ഇത്ര അരിഞ്ഞ് തോടിപ്പൊട്ടി എവിടെയാ പറഞ്ഞേ? ആ വലിയ വണ്ടി പാടില്ലല്ലോ, പാടായിട്ടൊന്നുമില്ല. അവിടെ അടിച്ച് ഇവിടെ താഴെ അടി അടിച്ചേ. പിന്നെ ടയറിനൊന്നും പ്രശ്നം ഉണ്ടായില്ല. ടയറൊക്കെ എയർ കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടാ. എല്ലാ ടയറും പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പഞ്ചറല്ല, എയർ കുറഞ്ഞ പോലെ. ആ സൈഡിലല്ലേ? ആ സൈഡിലല്ല, മൊത്തത്തിൽ എനിക്ക് 2 സൈഡും അങ്ങനെ തോന്നി. എയർ കുറവുള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഓടിക്കുമ്പോ? ബുദ്ധിമുട്ടുണ്ടോ? ഓടിക്കാനേ ഇല്ല, കാരണം 4 വീൽ ഡ്രൈവ് ആണ്. ഇങ്ങനെ പിടിച്ച് അത് കാണുമ്പോ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞുള്ള വീഡിയോയില് ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂടൊക്കെ തന്നെയാ തോന്നിയ പോലെ കേറി പോവായിക്കൊന്നുമില്ല. അതെ, ഓടിക്കുന്നതിന് സ്റ്റൈലുണ്ട്. 2 വീൽ ഡ്രൈവ് ഓടിക്കുന്ന സ്റ്റൈൽ ഉണ്ട്, 4 വീൽ ഡ്രൈവ് ഓടിക്കുന്ന സ്റ്റൈൽ ഉണ്ട്. 2 വീലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗിയർ അങ്ങോട്ട് ഇട്ടിട്ട് മെല്ലെ ഇരുന്നാൽ മതി. അല്ല 4 വീൽ ഡ്രൈവ് ആണെങ്കിൽ 2 വീലാണെങ്കിൽ ആക്സിലേറ്റർ കൊടുത്ത് റേസ് ചെയ്ത് ടയർ കറങ്ങണുണ്ട്, അതേപോലെ ടയർ കറങ്ങുന്നുണ്ട്, മാത്രമാണ് ഓടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ട്. അപ്പൊ 2 വീലിന്റെ ഡ്രൈവിൽ ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഓടിച്ച് ശീലമുണ്ട്. പണ്ട് മുതൽ ജീപ്പ് അങ്ങനെയുള്ള ചെളികടയും ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് 2 വീൽ ഡ്രൈവ് തന്നെ അന്ന് ഓടിച്ചിട്ടുള്ളത് മൊത്തം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല. ലാസ്റ്റ് ആക്സിലേറ്റർ കൂട്ടി പിടിച്ചിട്ട് ഏതിലായാലും പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം. കയറി പോകാത്തൊരു സ്ഥലമില്ല. മുട്ടിനെ ഇപ്പൊ തിരിച്ചത് നാശാക്കുമ്പോ കയറിക്കോ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ടാറില്ലാത്ത വഴിക്കടെ ഇങ്ങനെ ഒരു കുന്ന് കയറിപ്പോൾ മാനസികമായിട്ടൊരു സംതൃപ്തി. ഇത് ഞാൻ പറഞ്ഞു, 4 വീൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അഹങ്കാരം വരും. എല്ലായിടത്തേക്കും കുത്തി കയറ്റാനുള്ളൊരു മാനസികാവസ്ഥ വരും. അപ്പൊ നമ്മൾ ഓൾറെഡി കുത്തി കയറ്റുകയും ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഞളങ്ങും പരിപാടിയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് 2 വീലായ കാരണം അത് തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുത്തത്. പക്ഷെ 2 വീലായിട്ടും നമുക്ക് ഇങ്ങനെ അവിടേക്ക് ഇവിടെ കുത്തി കയറ്റണം എന്നുള്ളൊരു ത്വര. എന്നാലും അധികം ഇങ്ങനെ കയറി പോകാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതിപ്പോ നമുക്ക് ആവേശം മൂത്തിട്ട് നമ്മള് കയറ്റുമ്പോ കയറാണ്ട് വരുമ്പോ തിരിച്ചറിയാൻ പോകുന്നുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഏതിലും കയറ്റി അവസാനം ചെന്ന് കഴിയുമ്പോഴും നമ്മളെവിടേക്കെങ്കിലും ടൂർ പോകുമ്പോഴായിരിക്കും ഇങ്ങനെ കുറെ തോന്നല്ലോ. അതെ, എനിക്ക് സമാധാനം ഉണ്ടാവൂല. അപ്പൊ അതായത് ഇതാകുമ്പോ ടെൻഷൻ ഇല്ലല്ലോ. ഇതാണ് നമ്മൾ 2 വീലർ എടുത്തതിന്റെ കാരണം. പലരും ചോദിച്ചു ചേട്ടാ 4 വീലർ എടുത്താൽ പോരുന്നത്. 4 വീലർ എടുത്താൽ നമുക്ക് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ തോന്നും. ലെഫ്റ്റ് നമുക്ക് ഇങ്ങോട്ട് പോണ്ടേ, ഇങ്ങോട്ട് പോയി വടക്കഞ്ചേരി. ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ടോളിന്റെ അവിടെ എന്താ അടിയിലെന്തോ സാധനം തിരിച്ചപ്പോ ഒരു ശബ്ദം വന്നൂല. അടിയിന്ന് അടിയിൽ പല മരത്തിന്റെ മുമ്പ് അങ്ങനെ ഒടിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. അതാണ് നന്നായി എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണത്. നമ്മള് എന്താ പറയാ 4 വീൽ എടുക്കാൻ നന്നായി എന്ന് പറയണത്. കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ ഇങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിലേ ഓട്ടോമാറ്റിക്കലി എന്താ പറയാ അങ്ങനത്തെ വണ്ടികൾ എടുക്കാണ്ടിരിക്കാൻ നല്ലത്. കാരണം പെട്ടെന്ന് നശിപ്പിച്ച് നമ്മള് കുരി എടുക്കുന്ന. ഇപ്പൊ നമ്മുടെ സ്വിഫ്റ്റ് തന്നെ നമ്മള് ഒരുവിധം അതേം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ അവസാനങ്ങൾ മുഴുവൻ ചെയ്ത്. അതെ, അപ്പൊ ഇതെടുക്കുന്ന സമയത്ത് എന്തോരം ആൾക്കാരെ കമന്റ് ചെയ്ത് അറിയോ, ചേട്ടാ നിങ്ങള് 4 വീൽ എടുക്ക് ചേട്ടാന്ന്.
4 വീലർ എടുത്താൽ എനിക്ക് അറിയാം ഞാൻ എന്തെങ്കിലും സംഭവങ്ങൾ ഒപ്പിക്കും. അപ്പൊ പിന്നെ വെറുതെ വണ്ടി നശിപ്പിച്ച് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ ഭാഗത്തൊക്കെ 4 പേര് വെച്ച് പോയാലും പ്രശ്നമൊന്നും ഇല്ല. പിള്ളേർക്ക് 4 പേരാ പോണത്. ഒരു ഹാപ്പി ആയിട്ട് പോണേ. ഹെൽമെറ്റും ഇല്ല, 4 പേർക്കും ഹെൽമെറ്റും ഇല്ല. സംഭവം ഇനിയിപ്പോ എന്തായാലും 4 പേരെ വെക്കേണ്ട വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവര് വെച്ചോട്ടെ. പക്ഷെ ഹെൽമെറ്റ് 4 വെക്കായിരുന്നു അല്ലേ? എന്തേ നല്ല രസമായിരിക്കും അങ്ങോട്ട് കൂട്ടിയിടിച്ചിട്ട് വീണിട്ടൊന്നും പറ്റിയില്ലെങ്കിൽ തല അങ്ങോട്ട് ഇനി നമ്മൾ ടോള് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് എന്താ ഇറങ്ങും അല്ലെ? അതെ. ഇനിയിപ്പോ നമ്മൾ ഇങ്ങോട്ടല്ലേ പോണ്ടേ? ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോണം. ടോളിന്റെ അപ്പുറത്തേക്കുള്ള റോട്ടിലേക്ക് ഇറങ്ങും. ചേട്ടാ ഇതിൽ പോയി ടോളിന്റെ അപ്പുറത്തേക്ക് നിന്ന് കാരണം വഴിയല്ലോ. അതെ, ഇതാണ് നല്ലത്. ഇതാണ് നല്ലത്. ശരി, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വഴിക്ക് പോവാം. ചേട്ടനാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ആ വഴിക്ക് പോകണത്? പിന്നെ നീ ഈ വഴിക്ക് ഞാനൊന്നും മാറില്ല റൂട്ടിൽ നിന്ന്. അപ്പൊ അതില് പോയി കഴിഞ്ഞാൽ നേരെ ടോളിന്റെ അവിടേക്ക് ചെന്ന് ഇറങ്ങാൻ പറ്റും. ഇതാവുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോള് കഴിഞ്ഞ് കുറേ ദൂരം പോയിട്ട് ഇറങ്ങാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വഴി പൊട്ട വഴി, ഈ വഴി നല്ല വഴി. അപ്പൊ ഇതിൽ ദൂരം പോയാലും ഇതില് ഞാൻ ഇതിൽ തന്നെ 2 പ്രാവശ്യം ഇതിൽ പോയിട്ടുണ്ട്, 1 പ്രാവശ്യം ഇതിൽ പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് നേരെ പോവാം. ഇനി ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് കയറാം. പോവല്ലേ? ഗ്ലാസ് ഫുള്ള് കയറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുവേ ഒരു കാറ്റ് പിടിക്കുന്ന ഗ്ലാസ് അടയാത്ത പോലത്തെ ഒരു ശബ്ദം കണ്ട. അപ്പൊ 12 മൈലേജ്, 12 ഇല്ല 11.5. പ്രതിഷേധം ലോറിയിൽ ഏത് സ്ഥലത്ത് അടിക്കുക അങ്ങനെ നോക്കാറില്ല. അല്ല, ഏതൊരു സ്ഥലത്ത് ഡയാന. ആ, നയാര. ജിയോന്റെ ആണോ നയാര? ആരാ പറഞ്ഞു? ആയിരം ഫുൾ ടാങ്ക് അടിച്ചോ? ഡീസൽ ഫുൾ ടാങ്ക് അല്ലേ? 1000 കേട്ടാ. ഡീസലാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ RPM കറക്റ്റ് എന്താ പറയാ, ഓരോ ഗിയറിന് ഏത് RPM-ലാണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ ഓടിക്കുകയാണെന്ന് വെച്ചാൽ എന്താ പറയാ സുഖമായിട്ട്. ഇങ്ങനെ പഠിപ്പിക്കണേ. എലക്ഷന്റെ ചെക്കിങ് അതുകൊണ്ട് എവിടെയാണോ ചെക്ക് ചെയ്യേണ്ടത്? വൈ നോട്ട്, ഞങ്ങൾ നിർത്തി തരാം. ഞങ്ങളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, നിങ്ങൾ തട്ടിയെടുക്കരുത് പ്ലീസ്. ജാതി ചെക്കിങ് എല്ലാം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യ് സാറേ, ചെക്ക് ചെയ്യ്. എന്തെങ്കിലും കിട്ടിയെങ്കിൽ പറയേ. അതിന്റെ ഇപ്പൊ മിലിറ്ററിക്കാർ നിൽക്കണുണ്ടോ കൂടെ? മിലിറ്ററിക്കാരല്ല, ആ ആൾക്കാർ മിലിറ്ററിക്കാരാ. പുതിയ വണ്ടിയല്ലേ? ഡാഷ് എന്ന് പറയാ ചേച്ചി. ഏതാ ഡാഷ്? ഡിക്കി ഒന്ന് ജസ്റ്റ് ഓപ്പണാക്കി. വല്ലതും അതിനകത്ത്? ഒന്നുമില്ല. ലഗേജ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഓപ്പണാ. പ്രതീഷ്, അഡ്രസ് തോപ്പിൽ ഹൗസ്, തൃശ്ശൂർ. എടുത്തിട്ട് അധികമായോ വണ്ടി? ഇല്ല, ഇപ്പൊ എടുത്തോളൂ. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ചെക്ക് ചെയ്യുക, അഡ്രസ് പറഞ്ഞു കൊടുക്കുക, പോരുക. ഇത്രേ ഉള്ളൂ. ക്യാമറ വെച്ചിട്ട് വേറെ ഇത് ഷൂട്ട് ചെയ്യണ്ടായിരുന്നു, അത് കണ്ടില്ലേ? ഇപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ എത്ര പ്രാവശ്യമായി ചെക്ക് ചെയ്യണു? 2 പ്രാവശ്യം. പൈസ കൊണ്ടുപോകണമെന്ന് നോക്കണം. ഞാൻ വിചാരിച്ചു പേഴ്സിൽ 500 രൂപ ഉണ്ടായിരുന്നു, അത് പോലീസുകാർ എടുത്തോണ്ട് പോകുന്നത്. 500 രൂപ നിന്റെ കയ്യിൽ പൈസ ഇട്ടല്ലോ, എവിടേക്ക് കൊണ്ട് പോകണോ? സത്യം പറയുന്നത്. എന്നിട്ട് ചിലപ്പോ 500 രൂപ മേടിച്ചോണ്ട് പോയി പെട്ടേ. ഇത് സ്റ്റേഷനിൽ വന്ന് മേടിച്ചതാ, ഞാൻ പെട്ടില്ലേ? ഭാഗ്യായി. ശരിക്കും നമ്മളെ ടോള് കൊടുക്കുമ്പോഴേ ചോദിക്കണം, ചേട്ടാ എന്തോരം ദൂരം ഉണ്ട് 4 ലൈൻ, അതിനുള്ള പൈസയാണോ മേടിക്കണത്? ആണെങ്കിൽ ഞങ്ങൾക്ക് ഫുൾ സമയം 4 ലൈനോ അല്ലെങ്കിൽ 6 ലൈനോ തരുന്നത് പറയണം. ഇത് കണ്ടില്ല, ഇത് എത്ര നാളായി നമ്മൾ ഫുൾ ടോളും കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വഴികളെ വരുന്നത്. നമ്മളിപ്പോൾ ടോള് കൊടുക്കാത്തതുകൊണ്ട് ഓക്കെ, ടോള് കൊടുത്ത് വരുന്ന വണ്ടിക്കാരാണ് ഇപ്പൊ ഈ വണ്ടി എത്ര രൂപയെന്ന് അറിയാം? ടോള് ഒരു 800 രൂപയ്ക്ക് ടോൾ ഉണ്ടാവും. അല്ല, ഇത് 12 രൂപ, 515. അത്ര രൂപ കൊടുത്ത് പോണ വണ്ടിക്കാണെങ്കിൽ ഇത്ര ദൂരം ഇതില്ലെങ്കിൽ എത്ര രൂപ മൈനസ് ചെയ്ത് കൊടുക്കണം അറിയാം അവര്. ശരിക്കും അങ്ങനെയുണ്ട്. അതൊക്കെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാത്തോണ്ടാ. ഞാൻ വക്കീലിന് പഠിക്കുന്നുണ്ട്. വക്കീലിന് പഠിച്ച് പാസ്സാവുകയാണെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കണം എനിക്ക്. വക്കീലിന് പഠിച്ച് പാസ്സാവണോ? പഠിച്ച് പാസ്സാവുമ്പോഴത്തേക്കും കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരിക്കേണ്ട സമയവും. എന്താ, എനിക്ക് അത്ര 4 കൊല്ലം വരെ പഠിക്കാം. അപ്പോഴേക്കും ഞാൻ ചവറാവോ? 4 കൊല്ലം കൊണ്ട് പഠിക്കുമോ? അങ്ങനെ പഠിച്ച് ഞാൻ പാസ്സായി കഴിഞ്ഞാൽ വക്കീലായി കഴിഞ്ഞാൽ ഞാൻ ഇതിനെതിരെ കേസ് കൊടുക്കും. നമ്മുടെ വണ്ടി ഇതല്ല.
ബുള്ളറ്റിന്റെ എല്ലാവരും തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെ വരുമ്പോ വായുവിന്റെ ശബ്ദ. അപ്പൊ അപ്പം പറഞ്ഞില്ല ഇപ്പൊ ടോള് കൊടുക്കണ ആളോട് നമ്മള് ഇത് ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞ കാര്യമില്ല. അപ്പൊ അവർക്ക് ന്യായീകരിക്കും കുറെ കാര്യങ്ങളുണ്ടാവും. ജാപ്പനീസ് റോഡ് ഉണ്ട്, തുരങ്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് ന്യായീകരിക്കാൻ പറ്റും. അപ്പൊ നമ്മള് എനിക്ക് ഇതുപോലെ ഒരു പ്രാവശ്യം പണി കിട്ടിയിട്ടുള്ളതല്ലേ. ആർക്ക്? നിനക്കോ? നീ എവിടെ പോയിട്ട്? ഞങ്ങളറിയാണ്ട് നീ ജാപ്പനീസ് റോഡ് അതെവിടെ? അമ്മ ഈ റോഡിനെ ജാപ്പനെ വെല്ലുവിളിക്കണ റോഡാന്നല്ലേ ഇവര് പറയണേ. മുഖ്യമന്ത്രി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ജപ്പാനെ വെല്ലുവിളിക്കുന്ന റോഡാന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓ, നമുക്കപ്പൊ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങല്ലേ വേണ്ട? ഞങ്ങൾക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ഈ വഴിക്കുന്ന് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാണ് കേട്ടോ വേണ്ടത്. ഓഫ് റോഡ് കിട്ടുമോ? നമുക്ക് ഇല്ല. ടാർ റോഡ് തന്നെയാ ഇത്. നമുക്കിപ്പോ ടാർ റോഡ് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്ത് നിങ്ങൾ ടാർ ചെയ്യാണ്ട് തരൂ. ഞങ്ങൾ ഇത് ഓടിച്ചൊന്ന് ശീലിക്കട്ടെ. ഇതിപ്പോ ടാർ ചെയ്താലും ടാർ ചെയ്യാത്ത പോലത്തെ റോഡിൽ കൂടെ പോണ പോലെ തന്നെയാ അല്ലേ? ഏറെക്കുറെ ഇത് അതേപോലത്തെ റോഡാ. അയ്യോ കൊറേ വേസ്റ്റ് വന്ന് ടാർ ഇവിടെ കൊണ്ടു ഇട്ടതാന്ന് കൊണ്ട് കുറച്ച് ഓഫ് റോഡ് തന്നു അവര്. ഓക്കെ, എന്റെ പൊന്ന് ദൈവമേ, സർവീസ് റോഡാണ് ഈ കാണുന്നത് കേട്ടാ. എന്തെന്നാ പറയണേ, ഇതൊക്കെ ആരെയും മിറ്റത്തേക്കടെ കയറ്റി വിട്ടേക്കണ സർവീസ് റോഡ്. അങ്ങനെ രക്ഷപ്പെട്ടു. ഇത് വണ്ടികൾ ഇവിടെ ടോറസ് വണ്ടികളും അങ്ങനെയുള്ള വണ്ടികളൊക്കെ പണിയണ സ്ഥലമാണ് കേട്ടോ. വർക്ക്ഷോപ്പാണ് ബാലാജി ഓട്ടോ ഗാരേജ്. അങ്കൻവാടിയുടെ തൊട്ടടുത്ത്, വഴുക്കുംപാറ അങ്കൻവാടിയുടെ തൊട്ടടുത്ത്. കല്ലടിച്ചതുകൊണ്ട് കുറെ സാധനങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ കയറിണ്ടാ. കല്ല്, മുള്ള് സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ പോയി. പിന്നെ എയർ എല്ലാത്തിലും ഉണ്ടോന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. മുള്ള് കയറിയിട്ട് എയർ പോയോന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങള് ചേച്ചിയുടെ വീട്ടില് എത്തിയിട്ടോ. അവിടെ ഏതൊരു അമ്പലം ഉണ്ട്. അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടെന്നുണ്ട് കേട്ടോ. വിഷുവേല പോലത്തെ എന്തോ ആണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തത് പുതുച്ചേട്ടൻ മാറ്റി ഈ വീടിൻ്റെ ഉള്ളിലേക്ക് പാർക്ക് ചെയ്യാൻ വിചാരിച്ചു. മുത്ത് നീങ്ങടാ. ഇതാണ് കേട്ടോ ചേച്ചിയുടെ വീട്. വേണ്ട, ഇവിടെ എന്തോ പരിപാടി നടക്കുകയാണ് കേട്ടോ. അമ്പലത്തിലെ പൂര കാവടിയാ എന്താണ്ട് ഒരു സംഭവമാണ്. അപ്പൊ ഞങ്ങൾ വന്ന കറക്റ്റ് സമയമായി. ഇത് എന്തിട്ടാണ് സംഭവം? ദൃശ്യകല. എന്തായാലും ബാറ്റ് സെറ്റും അതുപോലെയുള്ള പരിപാടി നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അളിയത് എന്തിന്റെ പരിപാടിന്ന്? ചിലങ്കാവനം അമ്പലത്തിലെ കാവടിയാട്ടം. കാവടിയാണത്? അപ്പൊ കാവടി എവിടെ? കാവടി വരുന്നില്ലേ? ഞാൻ ഈ മുന്നിൽ പോണ സാധനം കണ്ടിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാ. കാവടി പിന്നാലെ വരുന്നുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും ഇവിടെ വന്നാൽ തന്നെ കുറച്ച് കാവടിയിൽ പങ്കെടുക്കാൻ പറ്റി. അപ്പൊ കുറച്ച് നേരം ഞങ്ങൾ കാവടി കണ്ട. അടുത്ത പാട്ട് റെഡിയാണ് ഇവിടെ. ഈ ചേട്ടനാണ് സാമ്പിൾ കൊടുക്കണത് കേട്ടോ. സെലക്ട് ചെയ്യണതല്ലേ? അവർക്ക് പാട്ടറിയാൻ വേണ്ടിയിട്ടുള്ള കൊട്ടല്ലേ ഇത്? അല്ല, അതെ അതെ അതെ, ഇന്ന പാട്ടാന്നുള്ളത് ഈ കൊട്ട് കേട്ടാൽ അവർ മനസ്സിലാക്കണം. അവിടെ മറ്റേ ചേട്ടനൊരു ട്യൂൺ വായിക്കാനല്ലേ, ആ ട്യൂണും ഇയാളുടെ കൊട്ടും കൂടി കേട്ട് കഴിഞ്ഞാൽ പാട്ട് ഇടുന്നതാന്ന് ബാക്കിയുള്ള ആൾക്കാർ മനസ്സിലാക്കണം. അതാണ് പരിപാടി. 1 2 3 സ്റ്റാർട്ട്.
ഒറ്റ സ്പോട്ടിൽ 3 പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പം ഇനി അടുത്ത പാട്ട് കൂടിയും പാടാൻ പോകുന്ന പറഞ്ഞാൽ 2 തന്നെ മുടിഞ്ഞ ഡാൻസ് ആയിരുന്നു. ഡാൻസുകാർ ശരിക്കും പെട്ടു കേട്ടോ. അത്രയധികം ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, അതും ആത്മാർത്ഥത കളി എന്ന് പറഞ്ഞാലേ നല്ല ആത്മാർത്ഥതയുള്ള ഡാൻസുകാരാ. എൻ്റെ മുത്തേ നീ ചിരിക്കണേ, പൊരിയായിട്ടില്ലേ? ആ ഡാമൊക്കെ അവിടെ നിന്ന് ഒരു ചാട്ടം ചാടിയിട്ട് ഇവിടെ ഗേറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് നിന്നെ. അത്ര വലിയ ചാട്ടാ. ആ ചേച്ചിയൊക്കെ നോക്കി നന്നായിട്ട് കളിക്കുന്നത്. അടുത്ത പാട്ട് തുടങ്ങിയിട്ടാ. അടുത്ത പാട്ട് ശോകഗാനായി. ഡാൻസുകാർ പിന്നെ ഏത് ശോകഗാനം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും കളിച്ചോളും അടിപൊളിയായിട്ട്. അത് കാരണം കുഴപ്പമില്ല. ഏതാ പാട്ടെന്ന് പോലും മനസ്സിലായിട്ടില്ല. ആയില്ല. 3ാമത്തെ പാട്ട് ചീറ്റി പോവാമത്തെ. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങാണ്. ചാച്ചനായിട്ട് കുറെ നേരം വർത്താനം പറഞ്ഞിരുന്നു. ചാച്ചൻ എന്താ പറയാ, ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ നേരം ഇരുന്ന് കേട്ട് ഇനി ഞങ്ങള് മെല്ലെ നീങ്ങാണ്. അമ്മേനെ വിളിക്കേ. അതെ, ഇതെന്റെ ഷൂ നീ ഇട്ട് കഴിഞ്ഞ് എങ്ങനെയാണോ നിനക്ക് മാച്ച് ഉണ്ടാവണത്? അത് ഊരിയറാ. ഓടാ, നിന്റെ 5 എന്റെ 7 എന്റെ 8 നിന്റെ 5. നീ നിന്റെ ഷൂ ഇട്ടേ പോയിട്ട്. ചാച്ചാ പോട്ടെ കേട്ടോ. ഓക്കെ, കാണാപ്പോ. നമ്മളുടെ യാത്ര പൂർണ്ണമാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിതയുടെ വീട്ടിലേക്കും പോണം അല്ലെ? നിത ചോന്നൂന്ന് കഴിഞ്ഞത് ഈ അമ്പലത്തിലായിരുന്നു പരിപാടി. മനസ്സിലായി? ഈ അമ്പലത്തിലെ പരിപാടിയാണ് ഇപ്പൊ നമ്മള് കണ്ട് അവിടുന്ന് ഇങ്ങനെ പോകുന്നത് കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നിതയുടെ വീട്ടിലേക്ക് നേരെ പോണത്. അപ്പൊ ഒരു ദിവസം രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ ഉള്ള പരിപാടികളായിട്ട് ഗൈസ്. ഇനിയിപ്പോ നേരെ വീട്ടല്ലേ. ഞങ്ങൾ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നേരെ ലുലു സെന്ററിൽ എത്തിയിട്ട് നീതയുടെ വീട്ടിലെ ലുലു സെന്ററിൽ വന്നു. ലുലു സെന്ററിൽ നിന്ന് കുറെ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നത്. നീത കായ മേടിച്ചു, ലുലു സെന്ററിൽ നിന്ന് മോക്ക് മേടിച്ചു, ഷാമ്പു മേടിച്ചു, മിച്ചർ മേടിച്ചു, ബിസ്ക്കറ്റുകളും ഇത് മേടിച്ചു. പിന്നെ എന്നിട്ട് പറയാ ബോർബോൺ, കപ്പലണ്ടി. ഇനി എന്തിട്ടാണ് വേണ്ടത്? ഡൈ, മുട്ട, പാല്. ഇന്ന് ജാതി കച്ചവടം കിട്ടിട്ടോ. കച്ചവടം കിട്ടി. ഇന്ന് സന്തോഷമായിട്ട് ഇരിക്കണത്. കച്ചവടം ഏറ്റവും കൂടുതൽ നടന്ന ദിവസം എന്ന് പറയണ ഡാഡി പറയണ കച്ചവടം അടിപൊളിയായിരുന്നു. മുത്തേ എന്നിട്ട് പരിപാടി. ഇനി മുട്ട മേടിക്കണം, പാല് മേടിക്കണം, ബ്രെഡ് ഉണ്ടോ നീ അവിടെ? അപ്പൊ ബ്രെഡും മേടിച്ചു ഒരു പാക്കറ്റ്. അപ്പൊ എല്ലാം ആയിക്കോട്ടെ. ഫുള്ള് ഇവരെ ചെടിയൊക്കെ നോക്കാണ്ട് കരിഞ്ഞു പോയിട്ടോ. നമ്മുടെ മറ്റേ വീട്ടിൽ ഉള്ള ചെടികൾ മൊത്തം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ഒക്കെ നനയ്ക്കാണ്ട് ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് നാശമായി പോയി. പക്ഷെ നനയ്ക്കേണ്ട ചെടികൾ അടിപൊളിയായിട്ട് ഇരുന്നത്. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. 1-2 ചെടികൾ ഭംഗിയുണ്ട്. ബാക്കിയുള്ളത് ഇവിടെ ഇരിക്കുന്ന ചെടികളൊക്കെ ആകെ നാശം. എത്ര കരിഞ്ഞു പോയിക്കണെന്ന് നോക്കി. ഫുള്ള് കരിഞ്ഞ് വെള്ളം ഒഴിക്കാണ്ടെന്നുണ്ടോ ഒക്കെ കരിഞ്ഞു പോയി. പിന്നെ അല്ല, ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നില്ല. ഇവിടെ കണ്ട് ഒരു പൈപ്പിന്റെ കണക്ഷൻ കൊടുക്കാനാണ് പാട്. ഈ കണ്ട ജമ്മു ഒതുങ്ങണ പണിയാൻ നിൽക്കണ. അല്ലെങ്കിൽ ഇതേ മോട്ടറിന്റെ വയറിൽ കയറി പോണടത്തുനിന്ന് ഒരെണ്ണം അങ്ങോട്ട് ഇവിടെ ലൂപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നനച്ചുകൂടെ ഇഷ്ടം പോലെ. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ, എല്ലാ ഐഡിയ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല കേട്ടോ. എല്ലാ ഐഡിയ ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ. ഐഡിയക്ക് പൈസ വേറെ തരേണ്ടി വരും. കടയിൽ സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ലാണ്ടാമത്തെ ഉള്ളിലുണ്ട് വെച്ചേക്കണേ. ഇത് നീ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതല്ലോ വീട്ടിലേക്ക്. കുറേ സാധനങ്ങൾ കടയുടെ ഉള്ളിലേക്ക് ആയിട്ട് വെക്കാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുക. ഇവിടെ എന്താ IPL കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ IPL കാണില്ലേ? അപ്പം ISL അങ്ങനെ എന്തൊരു സാധനം. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ എന്താ പറയുക, കടയുടെ ഉള്ളിൽ സ്ഥലമില്ലാത്ത കാരണം വീടിൻ്റെ ഉള്ളിലേക്ക് മാറ്റി ഞങ്ങൾ കുറേ സാധനങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല, സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞു. എല്ലാം സെറ്റായില്ലേ? പാത്രം കൊണ്ടുവന്നിട്ടില്ലേ? ലുലു സെൻറ്ററിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഫിറ്റായില്ലേ? നമ്മൾ ടോട്ടൽ ഡിസ്കൗണ്ട് ഇടാൻ മറക്കരുത് എന്നുള്ള കാര്യം പറയണം കേട്ടോ പ്രത്യേകം. സ്ലിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ടോട്ടൽ ഡിസ്കൗണ്ട് ഇടാൻ മറക്കരുത് കേട്ടോ. നീ ഇത് ചോദിച്ചു മേടിച്ചോളാം. എവിടെ ചെന്നാലും നീ ഇത് ചോദിച്ചു മേടിക്കുന്ന ഡിസ്കൗണ്ട്. ചോദിച്ചു മേടിച്ചോളാം കേട്ടോ. ഇതെന്തൊന്നും മിണ്ടാത്ത ആന്ന് പറയേ. ദൈവമേ, അമ്മയും മോളും ജാതി കണക്കാ.